ക്രിട്ടിക്കിലേക്ക് സ്വാഗതം. AI അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലമാണല്ലോ ഇത്. AI എങ്ങനെയാണ് മനുഷ്യനെയും പ്രകൃതിയെയും സാമൂഹ്യ ജീവിതത്തെയും ബാധിക്കാൻ പോകുന്നത് എന്നതാണ് ലോകം ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത്. അതേക്കുറിച്ച് തന്നെയാണ് സാമൂഹ്യ നിരീക്ഷകനായ ദാമോദർ പ്രസാദ് സംസാരിക്കുന്നത്. ഏവർക്കും സ്വാഗതം. അമ്മേ, എനിക്ക് ഫസ്റ്റ് സാലറി കിട്ടി. അമ്മയ്ക്ക് എന്താ വേണ്ടേ? ഒന്നും വേണ്ട. പറയമ്മേ. എന്നാ നീ ഒരു കാര്യം ചെയ്യും, KSF-ൽ ഒരു ചിട്ടി ചേരും. KSF-യോ? ഹായ് വേണുമാമ. എന്താ ഒരു ചിരി? നീ ഇരിക്കുന്ന MNC ജോലിക്കുള്ള എഞ്ചിനീയറിംഗ് ഡിഗ്രിയെ ചേച്ചി KSF ചേർന്ന് ഉണ്ടാക്കിയതാ. നിന്നെ കോച്ചിങ്ങിന് വിടാനും പഠിപ്പിക്കാനുള്ള ചേച്ചിയുടെ ധൈര്യം KSF ആയിരുന്നു. KSF-യുടെ പുതിയ ഹാർമണി ചുട്ടിയുണ്ട്, ഉടനെ നീ അതിൽ ചേരണം. KSF ഹാർമണി ചിട്ടികൾ. അമ്മേ, KSF ചിട്ടിയിൽ ഞാൻ ചേർന്നു കേട്ടോ. നന്നായടാ. KSF ഹാർമണി ചിട്ടിയിൽ ചേരുന്ന 100 ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം. KSF, ഈ നാടിന്റെ ധൈര്യം. AI അഥവാ മലയാളത്തിൽ ഉപയോഗിക്കുന്ന വാക്ക് നിർമ്മിത ബുദ്ധി എന്നുള്ളതാണ്. AI നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് നമ്മൾ മലയാളത്തിൽ പറയും നിർമ്മിത ബുദ്ധി എന്നാണ്. അതായത് അപ്പോൾ അതിൻ്റെ അകത്തൊരു സങ്കല്പം എന്ന് പറയുന്നത് നിർമ്മിതമല്ലാത്തൊരു ബുദ്ധി. അതായത് വളരെ ആർട്ടിഫിഷ്യൽ നമ്മൾ ഒറിജിനലായി കാണും. ഒറിജിനൽ ബുദ്ധി മനുഷ്യൻ്റെ കൈവശമുള്ളതും അല്ലെങ്കിൽ മൃഗങ്ങളുടെ കൈവശമുള്ളതും എന്നാൽ ഇന്ന് അന്യമായിട്ട് മനുഷ്യൻ തന്നെ നിർമ്മിച്ച ഒരു ബുദ്ധി, ഒരു കേപ്പബിലിറ്റി, കമ്പ്യൂട്ടിങ്ങായി ബന്ധപ്പെട്ട് കേപ്പബിലിറ്റിയാണ് നിർമ്മിത ബുദ്ധി എന്നുള്ളതാണ്. അതിൻ്റെ അകത്ത് എന്താ പറയുക, നമ്മൾ അന്തർലീനമായ സങ്കല്പം, ഒരു വൈരുദ്ധ്യത്തിൻ്റെ അകത്തുണ്ട്, ദ്വന്ദ്വമുണ്ട് ആർട്ടിഫിഷ്യലും ഒറിജിനൽ ഇൻ്റലിജൻസും തമ്മിൽ. ഈ ഒറിജിനൽ ഇൻ്റലിജൻസും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും തമ്മിലുള്ള അന്തരം കുറയുന്നുണ്ടോ എന്നുള്ളതാണ് ഇന്നത്തെ ഒരു മുഖ്യമായ പ്രശ്നം. ആ അന്തരം കുറയലാണ് വലിയ ആശങ്കകൾക്കും അതുമായി ബന്ധപ്പെട്ട് പല ആകുലതകളും ഉയർത്താനുള്ള കാരണം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആർട്ടിഫിഷ്യലായി നിലനിന്നിരുന്നെങ്കിൽ, അതായത് അതിൻ്റെ പുറത്ത് നമ്മളൊരു കാര്യം പലപ്പോഴും ഇത് ചർച്ച ചെയ്യപ്പെടുമ്പോൾ മനസ്സിലാക്കുന്നത്, പൊതുവിൽ ഉന്നയിക്കുന്ന കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മനുഷ്യന് ഉപകാരപ്രദമാണോ മനുഷ്യ ദോഷമാണോ എന്നതാണ് ഇതിൻ്റെ പൊതു ചർച്ചാ വിഷയം. അതായത് മനുഷ്യ കേന്ദ്രിതമായിട്ട് തന്നെയാണ് ആർട്ടിഫിഷ്യലിനെ കുറിച്ച് മനുഷ്യരെല്ലാവരും ചർച്ച ചെയ്യുന്നത്. നാളുകൾ നടന്ന ചർച്ചയും ഇപ്പോഴും നടക്കുന്ന ചർച്ചയും എല്ലാം തന്നെ ഈ ഒരു വട്ടത്തെ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ ഇതിനെ കേന്ദ്രീകരിച്ചാണ്. മനുഷ്യന് AI എന്ന ടെക്നോളജി ഉപകാരപ്രദമാണോ അതോ മനുഷ്യന് ദോഷമാണോ? ആദ്യം മനുഷ്യൻ്റെ വ്യവഹാരങ്ങൾക്ക്, മനുഷ്യൻ്റെ വ്യാപാരങ്ങൾക്ക്, മനുഷ്യൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പല ഇടപാടുകൾക്കും ഇത് ദോഷമാണോ സഹായകമാണോ എന്നൊറ്റ ചോദ്യം തന്നെ എല്ലാവരും ഉന്നയിക്കുന്നത്. അല്ലാതെ മറ്റു തരത്തിൽ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു ഉദാഹരണത്തിന് ഞാൻ പറയാൻ കാരണം, മനുഷ്യാവകാശത്തിന് വളരെ വ്യത്യസ്തമായിട്ട് സങ്കല്പം നമ്മളിന്ന് മറ്റു തരത്തിൽ അവകാശ സങ്കല്പങ്ങളൊക്കെ പുതിയ തരത്തിൽ മാറുകയും, മനുഷ്യാവകാശം നിലനിൽക്കുന്ന തന്നെ നമ്മൾ ജെൻഡർ അവകാശത്തിന് അതിൻ്റെ അകത്ത് തന്നെ പല വ്യത്യസ്തമായിട്ടുള്ള അവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. ഇന്ന് നമ്മൾ മൃഗങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ചും പ്രകൃതിയുടെ അവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് മനുഷ്യേതരമായിട്ടുള്ള അവകാശബോധത്തിലേക്ക് ഇന്ന് സാമൂഹിക സങ്കല്പങ്ങൾ മാറിയിട്ടുണ്ട്. ആ സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കാണുന്ന സമയത്ത് ഒരു മനുഷ്യ സങ്കല്പത്തിൻ്റെ അകത്ത് മാത്രമായിരിക്കണമല്ലോ അത് പറയേണ്ട അകത്ത്. അതായത് മനുഷ്യന് ഉപകാരപ്രദമാണോ അല്ലയോ സങ്കല്പത്തിൽ നമ്മൾ ഇന്ന് ചോദിക്കാറില്ല. കാര്യം അത് പ്രപഞ്ചത്തിനും പ്രകൃതിക്കും തന്നെ അതിൻ്റേതായൊരു സ്വാച്ഛന്ത്യമുണ്ടെന്നും അതിൻ്റെ അവകാശപരമായിട്ടുള്ള പലതും പരിഗണിക്കപ്പെടേണ്ടതാണെന്നും എന്ന് തോന്നുന്നുണ്ട്. പക്ഷേ ഈ മെഷീൻ്റെ കാര്യം വരുമ്പോൾ പലപ്പോഴും മനുഷ്യൻ്റെ അപ്രമാദിത്വം മനുഷ്യൻ വിട്ടുകൊടുക്കാൻ തയ്യാറില്ല. പ്രകൃതിയുടെ പുറത്ത് മനുഷ്യൻ്റെ ഈ സമീപകാലത്തെ അനുഭവങ്ങളിൽ നിന്ന്, സമീപകാലത്ത് ഒരു 19 വർഷത്തെ അനുഭവങ്ങളിൽ നിന്ന് മനുഷ്യൻ സ്വയം കീഴ്പ്പെടാൻ തയ്യാറാവുന്ന സാധ്യതയുണ്ടായിട്ടുണ്ട്. കാരണം മനുഷ്യൻ്റെ അപ്രമാദിത്വം ഹ്യൂമനിസം പഴയ പോലെ പ്രവർത്തനക്ഷമമല്ലെന്നും അതിനപ്പുറത്തേക്കുള്ള പോസ്റ്റ് ഹ്യൂമൻ കാലഘട്ടത്തിൽ പോസ്റ്റ് ഹ്യൂമൻ സങ്കല്പങ്ങൾ ആവശ്യമാണ്. പ്രകൃതിയുടെ പുറത്തുള്ള ആധിപത്യം മനുഷ്യൻ തന്നെ ദോഷമാവുന്ന തരത്തിൽ മനുഷ്യൻ ഒരു വിധേയപ്പെടാൻ തയ്യാറുണ്ട്. അപ്പോൾ ആ നിലയിൽ പ്രകൃതിയുടെ സ്വാച്ഛന്ത്യം, അതായത് പ്രകൃതിയുടെ ഓട്ടോണമി അംഗീകരിക്കുന്ന തരത്തിൽ ഒരു പുതിയ പാരിസ്ഥിതിക ബോധമൊക്കെ തന്നെ മാറിയിട്ടുണ്ട്. അതുപോലെയല്ല ഈ മെഷീൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു സ്വാച്ഛന്യം മെഷീൻ ലോകത്ത് കൊടുത്തില്ല. കാര്യം മനുഷ്യന് ഉപയോഗപ്രദമാണോ, വളരെ ഇൻസ്ട്രുമെൻ്റലായ യൂട്ടിലിറ്റേറിയൻ സങ്കല്പത്തിൻ്റെ അകത്താണ് നമ്മൾ അത് സങ്കല്പിക്കുന്നത്. ഉദാഹരണം നോക്കുകയാണെങ്കിൽ നമ്മുടെ സർഗാത്മകത എപ്പോഴും ഉപയോഗിക്കുന്ന കാര്യമാണ്. ഈ AI ബന്ധപ്പെട്ട ചർച്ചയിൽ പൊതുവിൽ എല്ലാവരും ഉപയോഗിക്കുന്നതാണ് സർഗാത്മകത. മനുഷ്യൻ, അതായത് സർഗാത്മകതയ്ക്ക് നമ്മൾ വളരെ പരിമിതമായ അർത്ഥം കൊടുക്കേണ്ട സമയം പലപ്പോഴും സർഗാത്മകത എന്ന് പറയുന്ന സമയത്ത് നമ്മളെപ്പോഴും പെയിൻറ്റിങ് അല്ലെങ്കിൽ മ്യൂസിക് അല്ലെങ്കിൽ ലിറ്ററേച്ചർ തുടങ്ങിയ ചെറിയ ഡൊമൈനിൽ സർഗാത്മകത മാത്രമൊന്നുമല്ല. സർഗാത്മക ഭക്ഷണം പാചകം ചെയ്യുന്നതിന് സർഗാത്മകതയുണ്ട്, എന്താ പറയുക ഉദ്യാനം പരിപാലനം ചെയ്യുന്നതിലും സർഗാത്മകതയുണ്ട്, ഒരു പുതിയ ടെക്നോളജി കൈകാര്യം ചെയ്യുന്ന സർഗാത്മകതയുണ്ട്, മൊബൈൽ ഫോൺ നേരാക്കുന്നതിലും സർഗാത്മകതയുണ്ട്, ഡോക്ടർക്കും സർഗാത്മകതയുണ്ട്. ഞാൻ വിശദീകരിക്കേണ്ട പലതിനും സർഗാത്മകത വളരെ ഏതൊക്കെ ഡൊമൈനിൽ സർഗാത്മകത വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് നൈസർഗികമായിട്ട് പുതിയ സാധ്യതകൾ സൃഷ്ടിക്കാനാവുന്നത് എന്തോ അതിന് നമുക്ക് സർഗാത്മകത നിർവചിച്ചാൽ സർഗാത്മകത
വ്യത്യസ്ത മണ്ഡലങ്ങളുണ്ട്. പക്ഷേ പലപ്പോഴും സർഗാത്മക പെയിൻറ്റ് ചെയ്യാൻ കഴിവുണ്ടോ, വരയ്ക്കാൻ കഴിവുണ്ടോ, പാട്ട് പാടാൻ കഴിവുണ്ടോ എന്നുള്ളതൊക്കെയാണ്. അത് വെച്ച് നോക്കുമ്പോൾ മനുഷ്യന് വലിയ ഭീഷണി ഉയർത്തുന്നുണ്ട് AI എന്നുള്ളത്. കാരണം ഒരുപക്ഷെ സാഹിത്യം അതിന് AI നിർബാധം വളരെ എളുപ്പത്തിൽ പുനരുൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. ഉദാഹരണം നിങ്ങൾക്ക് എന്താ പറയുക, MT വാസുദേവരുടെ പോലെ തന്നെ എഴുത്ത് വേണമെന്നുണ്ടെങ്കിൽ MT വാസുദേവരുടെ പോലത്തുള്ള കഥകളും ആ പ്രതിപാദന രീതിയിലും ആ പശ്ചാത്തലത്തിലും കഥ ഇന്നല്ലെങ്കിൽ നാളെ ഒരുപക്ഷെ ഇപ്പോൾ തന്നെ ഉൽപ്പാദിപ്പിക്കാനും പ്രാപ്തമായിട്ടുണ്ട്. ഇതുപോലെ നമുക്കറിയാം. ഇവിടെ പ്രധാനപ്പെട്ട കാര്യം എന്താണ് സംഭവിക്കുന്നത്, നമ്മൾ ജനറേറ്റീവ് AI കുറിച്ചാണ്, റോബോട്ടിക്സിനെ കുറിച്ചല്ല നമ്മുടെ ചർച്ചകൾ മുഴുവൻ. ജനറേറ്റീവ് AI എന്നുള്ള കാര്യമാണ് നമ്മൾ ആലോചിക്കേണ്ടത്. പലപ്പോഴും നമ്മുടെ AI കുറിച്ച് സംവാദത്തിൽ പലപ്പോഴും ഈ ജനറേറ്റീവ് AI എന്നുള്ള കാര്യം പലപ്പോഴും അതിന് വേണ്ട എംഫസിസ് ലഭിക്കാതെ പോകുന്നുണ്ട്. ജനറേറ്റീവ് AI എന്ന് പറഞ്ഞാൽ LLM മോഡലാണ്, ലാർജ് ലാംഗ്വേജ് മോഡലാണ്. അതായത് മെഷീൻ ലേണിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത് എന്താണ്? മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത് ഒരു മെഷീൻ യന്ത്രം പഠിക്കുകയാണ് ചെയ്യുന്നത്. അതായത് മനുഷ്യൻ ഇത്രയും കാലം ഉൽപ്പാദിപ്പിച്ച ഡാറ്റകൾ, അത് സാഹിത്യമായിക്കോട്ടെ, അത് മറ്റെന്ത് മേഖലയിലായിക്കോട്ടെ, ഈ ഡാറ്റകൾ മെഷീനെ ട്രെയിൻ ചെയ്യുകയും മെഷീൻ അതിൽ നിന്ന് പുനരുൽപ്പാദനം നടത്തണം. അപ്പോൾ അതിൻ്റെ അകത്ത് പുതിയ, അതായത് പാറ്റേൺ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുക, ചില പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ അനുസരിച്ച് പുതിയ കാര്യങ്ങൾ സൃഷ്ടിക്കാൻ പറ്റുക. ആ പുതിയ കാര്യങ്ങളെന്ന് പറയുന്നത് ഓൾറെഡി നിലവിൽ മനുഷ്യൻ ഉൽപ്പാദിപ്പിച്ച ഒരു ഡാറ്റയെ തന്നെ പുനർക്രമീകരിക്കുകയാണ്. അവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു പാസ്റ്റ് ഡാറ്റയാണത്. അതായത് മനുഷ്യ ഇത്രയും കാലം ഉൽപ്പാദിപ്പിച്ച ഒരു ഭൂതകാല ഡാറ്റയിൽ നിന്നാണ് പെർമ്യൂട്ടേഷൻ കോമ്പിനേഷനോട് ജനറേറ്റ് ചെയ്ത് പുതിയ കാര്യം രൂപീകരിക്കുന്നത്. ഒരു പുതിയതെന്ന് പറയാവുന്ന കാര്യം അതിൻ്റെ അകത്ത് അതിന് പുനരുൽപ്പാദനം, അതായത് നിലവിൽ അതിന് ലഭ്യമായ ഡാറ്റയിൽ നിന്ന് പുനരുൽപ്പാദിപ്പിക്കുന്ന ഒരു കാര്യം മാത്രമാണ്. അപ്പോൾ സർഗാത്മകതയെ നമ്മൾ അങ്ങനെ തരത്തിൽ വളരെ ഒരു പരിമിതപ്പെടുത്തുന്നുണ്ട്. കാര്യം നിലവിലുള്ള ഡാറ്റയെ പുനരുൽപ്പാദിപ്പിക്കാൻ അത് ഒരു പുതിയ രീതിയിൽ മനുഷ്യന് പുതിയ രീതിയിൽ, അല്ലെങ്കിൽ മനുഷ്യന് ഇത്രയും കാലം ഉൽപ്പാദിപ്പിച്ച രീതിയിൽ അതേ ഭാവനയിൽ അതേ പാറ്റേണിൽ പുനരുൽപ്പാദിപ്പിക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യത്തിൻ്റെ അകത്താണ് എൻ്റെ പ്രത്യേകത നിൽക്കുന്നത്. ഒരുപക്ഷെ അത്രയും കാലം മുമ്പുള്ള ടെക്നോളജികൾക്ക് സാധിച്ചിട്ടില്ല. അതായത് ഇതുവരെ നിലവിലുള്ള മെഷീൻ ലേണിംഗ് അടിസ്ഥാനമാക്കിയിട്ടുള്ള ഇതുവരെ ഒരു ടെക്നോളജി ഉണ്ടാവാത്തതുകൊണ്ട് നമുക്ക് ആ ഒരു അനുഭവം അതിൻ്റെ അകത്ത് ഇല്ലാത്തതുകൊണ്ടാണ് ഈ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മളൊരു കാര്യം ആലോചിക്കേണ്ടത്. ഇത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട ഒരു സവിശേഷത വരുന്നത്, പല കാര്യങ്ങളിലും ഇതിന് ഗുണപരമായ വശങ്ങളെക്കുറിച്ച് ആൾക്കാർ പറയാറുണ്ട്. അതായത് മെഡിക്കൽ ടെക്നോളജി സംബന്ധിച്ചോളം ഇത് വളരെ ഈ ആശാവഹമായിട്ടുള്ള പുരോഗതി AI കൊണ്ടുവന്നിട്ടുണ്ട്. കാര്യം ചില രോഗങ്ങൾ ഡിറ്റക്റ്റ് ചെയ്യുന്നതിൽ, അതിന് പരിഹാരം കണ്ടെത്തുന്നതിൽ, ചില സർജറിക്ക് പ്രയോജനപ്രദമായ രീതിയിൽ, ഇങ്ങനെ പല കാര്യങ്ങളിലും AIയുടെ ഉപയോഗം വളരെ രീതിയിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ടെക്നോളജി മനുഷ്യൻ്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട്, മനുഷ്യൻ്റെ ഇവിടുത്തെ വാസവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങൾക്കും സഹായകമാണെന്ന ഒരു പൊതുധാരണ നിലനിൽക്കേണ്ടത് നമ്മൾ അംഗീകരിച്ചേ ഉള്ളൂ. കാര്യം പലതരത്തിലും അത് ഗുണകരമായി മാറുന്നുണ്ട്. ഇപ്പോൾ എന്താണ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ട്രാൻസ്പ്ലാന്റേഷൻ ടെക്നോളജി, ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ടെക്നോളജിയൊക്കെ അതിന് AIയുടെ കോൺട്രിബ്യൂഷൻ വലിയ തോതിലാണ്. കാര്യം അത് ഡിറ്റക്റ്റ് ചെയ്യാനും അതനുസരിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് സർജറിക്കെല്ലാം വളരെ സഹായമായ രീതിയിൽ അത് സാധ്യമാകുന്നുണ്ട് എന്നുള്ളതൊരു ഫാക്റ്റാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ടെക്നോളജി സംബന്ധിച്ചുള്ള, അതുപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ മറ്റ് മേഖലകളിലൊക്കെ തന്നെ ഇതിൻ്റെ പ്രയോജനക്ഷമത, ഞാൻ പ്രയോഗക്ഷമതയേക്കാൾ ഉപയോഗിക്കുന്ന വാക്ക് പ്രയോജനക്ഷമത ഏറെക്കുറെ അംഗീകരിക്കുന്നുണ്ട്. അവിടെയാണ് AI ഒരു പുതിയ ഒരു സാധ്യതയായിട്ട് നമ്മുടെ മുമ്പിൽ തുറന്നു വരുന്നത്. അതേസമയം തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മളെന്ന് പറയുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം AI എന്നുള്ളത് ഈ ഒരു ഇതിനപ്പുറത്തേക്ക് നമുക്ക് എന്താണ് ഇതിൻ്റെ ഈ ഒരു കോൺഫ്ലിക്റ്റ് നിലനിൽക്കുന്നുണ്ടോ, വാസൽ യന്ത്രം മനുഷ്യൻ എന്നുള്ള വൈരുദ്ധ്യത്തിൻ്റെ അകത്താണോ അത് പ്രവർത്തനക്ഷമമാവുന്നത്? യഥാർത്ഥത്തിൽ നമ്മളിതൊരു നമ്മുടെ ചരിത്രപരവും സാമൂഹ്യമായിട്ടുള്ള ഒരു വ്യവസ്ഥയ്ക്കകത്ത് തന്നെയാണ് ഈ ടെക്നോളജിയും വിന്യസിക്കപ്പെട്ടും ഉയർന്നു വരുന്നതും എന്നുള്ളത് കാര്യം കാണാതിരിക്കുന്ന അർത്ഥമില്ല. കാര്യം ഈ സാമൂഹ്യ വ്യവസ്ഥയ്ക്ക് അതീതമായിട്ടല്ല ഈ ടെക്നോളജി ഉൽപ്പാദിക്കപ്പെട്ടുള്ളത്. നിലനിൽക്കുന്ന ടെക്നോളജി എന്ന് പറയുന്ന AIയുടെ വികാസം എന്ന് പറയുന്നത് ഈ സാമൂഹ്യ വ്യവസ്ഥയ്ക്കകത്ത് നിലനിൽക്കുന്ന വർഗപരവും വംശീയവുമായ വ്യവസ്ഥയ്ക്കകത്ത് തന്നെയാണ് ടെക്നോളജി സൃഷ്ടിക്കപ്പെട്ടതും അത് രൂപപ്പെട്ടതും അത് വികസിച്ചു കൊണ്ടിരിക്കുന്നതും അത് നിരന്തരമായി പഠനത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്ന ഈ സംസ്കാരത്തിൻ്റെ, അതായത് നമ്മൾ അനുഭവവേദ്യമാവുന്ന എല്ലാവിധത്തിലുള്ള അസമത്വങ്ങളും നിലനിൽക്കുന്ന സമൂഹത്തിൻ്റെ സാംസ്കാരികമായിട്ടുള്ള സാമൂഹ്യമായിട്ടുള്ള ഘടനയ്ക്ക് അകത്തുനിന്ന് അത് ഉൾക്കൊണ്ട് തന്നെയാണ് ഈ ടെക്നോളജി വികാസം പ്രാപിക്കുന്നത് തീർച്ചയായും മനസ്സിലാക്കണം. ഞാനിത് പറയാൻ കാരണം എന്ന് പറയുന്നത്, നമ്മൾ പലപ്പോഴും ഈ ടെക്നോളജിയെക്കുറിച്ച് രണ്ട് കാര്യങ്ങൾ ഈ ടെക്നോളജിയെക്കുറിച്ചുണ്ട്. ഒന്ന്, ഈ ടെക്നോളജിയുടെ ഇപ്പോൾ ഉദാഹരണം നമ്മൾ നോക്കാം, ഗൂഗിൾ എന്ന സെർച്ച് എഞ്ചിൻ. ഗൂഗിൾ എന്ന സെർച്ച് എഞ്ചിൻ എന്നുള്ളത് സെർച്ച് എഞ്ചിനായി ബന്ധപ്പെട്ട ടെക്നോളജി ഉണ്ട്. സെർച്ച് എഞ്ചിനായി ബന്ധപ്പെട്ട് ഒരു ടെക്നോളജി നിലനിൽക്കുന്നുണ്ട്. അതിന് വലിയ ഒരു പ്രോഗ്രാമിംഗ് ഉണ്ട്. ആ പ്രോഗ്രാമിംഗ് നിലനിർത്തുന്നതും അത് കൈകാര്യം ചെയ്യുന്നതും അതിൻ്റെ കുത്തക അവകാശം വിളിക്കുന്ന ആൽഫബറ്റ് എന്ന കമ്പനിക്കാണ്, ആൽഫബറ്റ് ഇൻകോർപ്പറേറ്റിനാണ് നിലനിൽക്കുന്നത്. അതായത് ഗൂഗിളിൻ്റെ ആസ്ഥാന കമ്പനി ആൽഫബറ്റിനാണ്. പക്ഷേ നമ്മൾ ഗൂഗിളിൻ്റെ പ്രയോജനക്ഷമത എന്ന് പറയുന്നത് നമുക്കത് ഉപയോഗിക്കാൻ അവസരം കിട്ടുന്നുള്ളതാണ്. കാര്യം ആ ടെക്നോളജിയുടെ കുത്തകാവകാശം ആൽഫബറ്റ് എന്ന കോർപ്പറേറ്റിനായിരിക്കെ തന്നെ
ഗൂഗിൾ ലോകവ്യാപകമായിട്ട് ഒരു ഭൂഗോളവൽക്കരണം എന്ന് വിളിക്കുന്നതിൽ ഗൂഗിളിൻ്റെ ഒരു സാധ്യത വിന്യസിക്കപ്പെട്ടതിനെങ്കിൽ നമുക്കത് ഉപയോഗിക്കാൻ കിട്ടുന്നുണ്ട്. അതായത് നമുക്കിതിൻ്റെ പിന്നെ ടെക്നോളജിയെക്കുറിച്ച് വലിയ ഗ്രാഹ്യമില്ല, നമ്മളതിൻ്റെ പുറത്ത് അതിൻ്റെ സോഴ്സ് കോഡിന് പുറത്ത് നമുക്ക് നിയന്ത്രണമില്ല. ആ സോഴ്സ് കോഡ് എന്ന് വിളിക്കുന്നത് അതായത് ടെക്നോളജിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന സോഴ്സ്, ആ സോഴ്സ് കോഡിൻ്റെ പുറത്ത് ഒരാൾക്ക് നിയന്ത്രണമില്ല. അത് ആ കമ്പനിക്ക് തന്നെയാണ് നിയന്ത്രണം, കോർപ്പറേറ്റ് കമ്പനിക്ക് തന്നെയാണ് നിയന്ത്രണം. അതേസമയം ഗൂഗിൾ എന്ന സാങ്കേതികം നമുക്ക് ഉപയോഗിക്കുന്നുണ്ട്. ആ ഗൂഗിൾ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നുണ്ട് തീർച്ചയായും പ്രയോജനക്ഷമമാണ്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളും സെർച്ച് ചെയ്യാനും പല വിഷയങ്ങൾ കണ്ടെത്താനും പല പുതിയ കാര്യങ്ങളിലേക്ക് പോകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അത് നമ്മുടെ മുമ്പിൽ ഒരു യാഥാർത്ഥ്യമാണ്, നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. ഗൂഗിൾ എന്ന നമ്മുടെ തെരച്ചിൽ യന്ത്രത്തിലൂടെ നമുക്ക് പലതരത്തിലുള്ള നമ്മുടെ സമൂഹത്തിലുള്ള വലിയ മാറ്റങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. പക്ഷേ ആ സാങ്കേതിക നമ്മുടെ പുറത്ത് സാങ്കേതിക വിദ്യയുടെ മേൽ നമ്മുടെ നിയന്ത്രണം വളരെ പരിമിതമാണ്. തീർത്തും പരിമിതമല്ല, നമുക്ക് തീർത്തും ഇല്ലെന്ന് പറയാം. എയെ സംബന്ധിച്ചോളം ഈ പ്രധാനപ്പെട്ട പ്രശ്നം നിൽക്കുന്നുണ്ട്. ഇപ്പോൾ എയെ സംബന്ധിച്ചോളം മറ്റു പ്രശ്നം നിലനിൽക്കുന്നുണ്ടെങ്കിൽ പലപ്പോഴും അത് ഈ ഇൻ്റർനെറ്റ് ടെക്നോളജികളിൽ മുഴുവൻ കാണാൻ പറ്റുന്നൊരു കാര്യമാണ്. ഇൻ്റർനെറ്റ് ടെക്നോളജിയിൽ മുഴുവൻ കാണാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് മുമ്പുള്ള സാങ്കേതികവിദ്യകൾ, അതായത് നമുക്ക് സ്പേസ് ടെക്നോളജി എടുക്കുക, അല്ലെങ്കിൽ തൊട്ടുമുമ്പുള്ള പല ടെക്നോളജികളും, അതായത് കൺസ്യൂമർ ടെക്നോളജി ഉൾപ്പെടെ പലതും പലപ്പോഴും ആവിർഭൂതമായിട്ടുള്ളത് ഗവേഷണ സ്ഥാപനങ്ങളാണ്. പബ്ലിക് ഫണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അകത്താണ് പലപ്പോഴും ഈ ടെക്നോളജിയിൽ വികസിതമായിട്ടുള്ളത്. ഇപ്പോൾ ഇൻ്റർനെറ്റിൻ്റെ തന്നെ ആദ്യ രൂപം നമുക്കറിയാം, മിലിറ്ററി ടെക്നോളജിയിലേക്ക് അത് ഒരു ഗവേഷണ സ്ഥാപനത്തിനകത്താണ് രൂപപ്പെട്ടത്. ഇന്ന് പുതിയ രൂപപ്പെടുന്ന ടെക്നോളജി എല്ലാം തന്നെ ഓപ്പൺ എ എന്നാണ് ChatGPTയുടെ കമ്പനിയുടെ പേരെങ്കിൽ കൂടി ഇന്ന് അത് നമ്മുടെ പുതിയ ഡീപ്പ് മൈൻഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മെറ്റ ആയിക്കോട്ടെ, ജെമിനി ആയിക്കോട്ടെ, പുതിയ അതിൻ്റെ അനുബന്ധമായിട്ട് വന്നിട്ടുള്ള പലതരത്തിലുള്ള സോഫ്റ്റ്വെയറും ഒന്നും തന്നെ പൊതു ഗവേഷണ സ്ഥാപനങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതല്ല. ജെഫ്രി ഹിൻഡൻ തന്നെ നോബൽ സമ്മാനം ജെഫ്രി ഹിൻഡൻ തന്നെ ഓപ്പൺ എ ലാബ് എന്നാണ് വരുന്നത്. ഇതൊക്കെ തന്നെ കോർപ്പറേറ്റ് നീങ്ങുന്നത്. അപ്പോൾ കോർപ്പറേറ്റ് ഗവേഷണ സ്ഥാപനത്തിൽ നിന്നാണ് ഇത് രൂപപ്പെടുന്നത്. കോർപ്പറേറ്റ് ഗവേഷണ സ്ഥാപനം സംബന്ധിച്ചിടത്തോളം അവരെ കോർപ്പറേറ്റുകൾ എല്ലാ കോർപ്പറേറ്റിലും പൊതുവായൊരു താല്പര്യം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട്, അവരുടെ സാമ്പത്തിക ലാഭമായി ബന്ധപ്പെട്ട്, അവരുടെ എന്താ പറയുക അവരുടെ കുത്തകാധികാരം നിലനിർത്തുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ പല താല്പര്യത്തിൻ്റെ അകത്ത് അന്തർഹിതമാണ്. അപ്പോൾ അതിൽ നിന്നാണ് ഈ ടെക്നോളജിയുടെ ഭാവി നിലനിൽക്കുന്നത്. അത് പൊതുസ്ഥാപനങ്ങളിലോ പൊതു ഗവേഷണ സ്ഥാപനങ്ങളിലോ വന്നിട്ടുള്ളതല്ല. ഈ ടെക്നോളജികളെല്ലാം തന്നെ രൂപപ്പെട്ടിട്ടുള്ളത് നമുക്കറിയാം. ഇത് വ്യത്യസ്തമായൊരു അനുഭവം എന്ന് പറയുന്നത് ചൈനയിൽ നിന്നുണ്ടായിട്ടുള്ള ഡീപ് സീക്ക് പോലെ ടെക്നോളജിയാണ്. അതാണ് ട്രംപിന് വന്നതിന് ശേഷം ഈ അമേരിക്കൻ സാമ്രാജ്യത്തിനെതിരെ വലിയ വെല്ലുവിളി ഉയർത്തിയെന്ന് പറയുന്നത് ഡീപ് സീക്ക്. പക്ഷേ അവിടെയും ഡീപ് സീക്ക് എന്ന് പറയുന്നൊരു പൊതുവായിട്ടുള്ള ടെക്നോളജിയായി മാറിയിട്ടില്ല. ഡീപ് സീക്ക് എല്ലാവർക്കും ഉപയോഗിക്കാമെന്ന് മാത്രം. പക്ഷേ അതൊരു പൊതു സോഴ്സായിട്ട്, അതായത് നമ്മൾ മുന്നുണ്ടായ ടെക്നോളജികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മുൻപ് നമ്മൾ കണ്ട പല ടെക്നോളജിയും സോഴ്സ് കോഡ് എന്ന് വിളിക്കുന്ന അതിൻ്റെ പിന്നിലെ പ്രവർത്തനങ്ങൾ എല്ലാവർക്കും ഒരു തരത്തിലും ഉൾക്കൊള്ളാനും അല്ലെങ്കിൽ അത് പുനരുൽപ്പാദിപ്പിക്കുന്ന സാധ്യമായിരുന്ന കാര്യമായിരുന്നു. അതായത് നമ്മൾ നോക്കുകയാണെങ്കിൽ ടെലിഫോൺ ടെക്നോളജി ആണെങ്കിലും മുമ്പുള്ള സംവേദന സാങ്കേതികവിദ്യ മാത്രമല്ല, ഒരുവിധം ലോകത്ത് കണ്ടുപിടിച്ചപ്പെട്ട പ്രധാനപ്പെട്ട മനുഷ്യോപകാരപ്രദമായ മനുഷ്യൻ്റെ ജീവിത വ്യവസ്ഥയ്ക്ക് അനുകൂലമായിട്ടുള്ള പല സാങ്കേതികവിദ്യകളും, അത് നമ്മൾ നിയോലിത്തിക് കാലഘട്ടം മുതലുള്ള ടെക്നോളജികൾ നോക്കുകയാണെങ്കിൽ, അതിപ്പോൾ കാർഷിക സാങ്കേതികവിദ്യ മുതൽ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ പല ടെക്നോളജികളും പൊതു സ്വഭാവത്തിലുള്ളതും പൊതുവായ സാങ്കേതികവിദ്യയായിരുന്നു. ആ പുതുമ അതിൻ്റെ അകത്ത് അന്തർഹിതമാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് പുതുമ എന്നുള്ള അന്തർഹിതമല്ല, ഇതിൽ കോർപ്പറേറ്റുകൾ നിർമ്മിക്കുന്ന ടെക്നോളജി. അപ്പോൾ നമ്മുടെ സമയത്ത് ഉപഭോക്താവ് നിലയ്ക്ക് മാത്രമാണ് ഇതിൻ്റെ അകത്ത് അസ്തിത്വം. അപ്പോൾ നമ്മൾ പലപ്പോഴും ഇതിനെക്കുറിച്ച് പറയുന്നത്, പലപ്പോഴും ടെക്നോളജിയെക്കുറിച്ച് പറയുന്നത് നമ്മളെ ആദർശവൽക്കരിക്കായിക്കോട്ടെ അല്ലെങ്കിൽ അനാദർശവൽക്കരിക്കായിക്കോട്ടെ, അതിനെ പൈശാചികവൽക്കരിക്കട്ടെ, നമ്മൾ ഉപഭോക്താവ് എന്ന നിലയ്ക്കുള്ള പരിമിതിക്കകത്താണ് പറയുന്നത്. ആ ഉപഭോക്താവിൻ്റെ സ്ഥലത്ത് നിന്ന് മാത്രമാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് പ്രവേശനമുള്ളത്. അതിന് ടെക്നോളജി മറുവശങ്ങളെക്കുറിച്ച് നമ്മൾ അജ്ഞരാണ്. പ്രത്യേകിച്ച് ഇന്ത്യ പോലെ രാജ്യത്ത് അതിൻ്റെ അകത്ത് കാര്യമായിട്ടുള്ള ഒരു ചിപ്പ് ഡെവലപ്പ് ചെയ്തു അടുത്ത കാര്യത്തിലുള്ള വസ്തുവാണെങ്കിലും കാര്യമായിട്ടുള്ള പുരോഗതി ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമ്മുടെ മുമ്പിൽ യാഥാർത്ഥ്യമാണ്. അതായത് പല ദേശരാഷ്ട്രങ്ങളും അത് ഈ യൂറോപ്പിലെ അമേരിക്ക പോലുള്ള കോർപ്പറേറ്റുകൾ നിയന്ത്രിക്കുന്ന, പ്രത്യേകിച്ച് അമേരിക്ക സിലിക്കൺ വാലി നിയന്ത്രിക്കുന്ന സ്ഥലത്ത് അല്ലാതെ മറ്റു പല രാജ്യങ്ങളിലും ഇതിന് സ്വതന്ത്രമായ വികാസം ഉണ്ടായിട്ടില്ല. ചൈനയിലുണ്ടായിട്ടുണ്ട്, സംശയമില്ല. ചൈനയിലുണ്ടായിട്ട് ചൈനയ്ക്ക് അത് എടുത്തു പറയാവുന്ന കാര്യമാണ് ഡീപ് സീക്കായി ബന്ധപ്പെട്ട ഒരു വലിയ നേട്ടം. അത് ചൈന എനിക്ക് തോന്നുന്നു 80-കൾക്ക് ശേഷം തുടർന്നൊരു വ്യവസായ നയത്തിൻ്റെയൊക്കെ കുറേ ഘടകങ്ങൾ അതിൻ്റെ അകത്ത് നിഴലിക്കുന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. കാര്യം ആപ്പിൾ പോലുള്ള സാങ്കേതിക ഫാക്ടറി സെറ്റപ്പ് ചെയ്യും, പിന്നീട് ആപ്പിളിൻ്റെ സാങ്കേതിക ചൈന സ്വായത്തമാക്കുന്നൊക്കെ ഒരു വലിയ ചരിത്രം അതിൻ്റെ അകത്തുണ്ട്. പ്രത്യേകം തന്നെ പരിശോധിക്കേണ്ട കാര്യമാണ്, പഠിക്കേണ്ട കാര്യമാണ്. എങ്കിലും ചൈന ഡീപ് സീക്ക് ടെക്നോളജി ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയോ ശ്രീലങ്ക, നമ്മുടെ ഏഷ്യൻ രാജ്യങ്ങൾക്കൊന്നും തന്നെ പറയുമ്പോൾ ഈ സാങ്കേതികവിദ്യയിൽ വളരെ മുന്നോട്ട് പോയ രണ്ട് രാജ്യമാണ് കൊറിയയും ജപ്പാനും. കൊറിയയ്ക്കും ജപ്പാനും പറയത്തക്ക എന്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മേഖല എന്ത് കുതിപ്പവർ നടത്തിയിട്ടുള്ളത്. അവർ ഉപഭോക്താവ് നിലയ്ക്ക് ചില ടെക്നോളജികൾ അവർ ഉപയോഗിക്കുന്നുണ്ട്, അതിന് ചില നവീകരണം നടത്തിയുള്ളത്. എന്ത് പുതിയൊരു ഇപ്പോൾ മെറ്റ പോലെ, ജെമിനി പോലെ, എലോൺ മസ്കിൻ്റെ സ്ഥാപനം കൊണ്ടുവരുന്ന ടെക്നോളജി പോലെ, എന്ത് പുതിയ, അല്ലെങ്കിൽ ചൈന ഡീപ് സീക്ക് പോലെ, എന്താണ് ഡീപ്പ് മൈൻഡ് പോലുള്ള പുതിയൊരു സാങ്കേതികവിദ്യ ഈ രാജ്യങ്ങൾ ഡെവലപ്പ് പറയുമ്പോൾ ഇലക്ട്രോണിക് മേഖലയിലൊക്കെ വലിയ ഗവേഷണത്തിലൊക്കെ വലിയ മുന്നോട്ട് പോയ രാജ്യങ്ങളാണ് ഇതൊക്കെ കൊണ്ടുവന്നിട്ടില്ല, നമുക്കറിയാൻ പറ്റും.
അപ്പോൾ ഈ ഒരു അസമത്വത്തിലേക്ക് ഒരു സ്വഭാവം അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ പ്രദാനം ചെയ്യുന്നല്ലോ പൊതുവിൽ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ നമ്മൾ ആവർത്തിക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നില്ല. പൊതുവിൽ കുറിച്ച് പറഞ്ഞ കാര്യം അത് മനുഷ്യൻ്റെ പല ക്രിയാശേഷിയും കർമ്മശേഷിയൊക്കെ അത് കൂടുതൽ എന്താ പറയുക കാര്യക്ഷമമാക്കും എന്നുള്ളത്. അതൊരു കാര്യം. അതിൻ്റെ അകത്ത് നമ്മൾ നോക്കേണ്ട കാര്യം, മുതലാളിത്തം എല്ലാ കാലത്തും എല്ലാ സാങ്കേതികവിദ്യയും മുതലാളിത്തം ഉപയോഗിച്ചതും കണ്ടുപിടിച്ചതും മനുഷ്യൻ്റെ ഒരു മൂലധനത്തിൻ്റെ ക്രിയാശേഷി വർദ്ധിപ്പിക്കാനാണ്. മനുഷ്യൻ്റെ ക്രിയാശേഷി വർദ്ധിപ്പിക്കുക എന്നുള്ള താല്പര്യം ഒരു കാലത്ത് മുതലാളിത്തം ഉണ്ടായിരുന്നില്ല. കാര്യം മെക്കനൈസേഷൻ കൊണ്ടുവരുന്ന സമയത്ത് തന്നെ മൂലധനത്തിൻ്റെ പുനരുൽപ്പാദനത്തിനും മൂലധനത്തിൽ കൂടുതൽ മിച്ചമൂല്യം കണ്ടെത്താനും അത് പുതിയ രീതിയിൽ വിന്യസിക്കാനും അത് പുതിയ അസമത്വങ്ങൾ സ്വാഭാവികമായി സൃഷ്ടിക്കപ്പെടുന്നതിലേക്ക് നയിക്കുന്ന തരത്തിലുള്ളൊരു ക്രിയാശേഷി വർദ്ധിപ്പിക്കുന്ന എല്ലാ കാലത്തും സാങ്കേതിക മുതലാളി സങ്കല്പം. അതിന് വ്യത്യസ്തമായിട്ട് മനുഷ്യോപകാരപ്രദം എന്ന് പറയുന്ന വിശാലമായ എല്ലാ മനുഷ്യർക്കും അവരുടെ ഗുണകരമായ ജീവിതത്തിന് അല്ലെങ്കിൽ അവർക്ക് അവരുടെ അഭിവൃദ്ധിക്ക് വേണ്ടി, എല്ലാ മനുഷ്യൻ്റെയും വ്യക്തിഗതമായ അഭിവൃദ്ധിക്ക് വേണ്ടി, സമൂഹത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി, അതായത് ഞാനിവിടെ ഒരു അർത്ഥം പറയാം, ദേശരാഷ്ട്രങ്ങൾ അതീതമായൊരു മാനവിക സങ്കല്പത്തിനകത്ത് ഒരു ടെക്നോളജിയും പിൽക്കാലം ഡെവലപ്പ് 19ാം ശേഷം വികസിക്കപ്പെട്ട ഒരു ടെക്നോളജി പോലും ഈ ഒരു അടിസ്ഥാനത്തിൽ വികസിക്കപ്പെട്ടിട്ടില്ല. അത് നിങ്ങൾ ഏത് ന്യൂക്ലിയർ ടെക്നോളജി എടുത്താലും, അത് ബ്രോഡ്കാസ്റ്റ് ടെക്നോളജി എടുത്താലും, വ്യത്യസ്ത ഏത് മേഖല എടുത്താലും ആത്യന്തികമായിട്ട് മൂലധനത്തിൻ്റെ ക്രിയാശേഷി വർദ്ധിപ്പിക്കാൻ പര്യാപ്തമാണോ എന്നുള്ളത് മാത്രം. അപ്പോൾ എഫിഷ്യൻസി എന്ന് പറയുന്നത് മൂലധനത്തെ എഫിഷ്യൻസിയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. അതായത് മൂലധനത്തെ എഫിഷ്യൻസി എന്താണ്? മൂലധനത്തെ പുനരുൽപ്പാദിപ്പിക്കാൻ, അതിന് കൂടുതൽ മിച്ചമൂല്യം കണ്ടെത്താനുള്ള എഫിഷ്യൻസി. 2, എപ്പോഴും റിസർവ് ആർമി എന്ന് വിളിക്കുന്ന റിസർവ് ആർമിയുടെ സങ്കല്പം തന്നെ ഈ പുതിയ രീതിയിൽ മാറണോ എന്നെനിക്ക് നമുക്ക് ആലോചിക്കേണ്ടി വരും. കാര്യം തൊഴിലാളികളെ തൊഴിലിൽ നിന്ന് മാറ്റി നിർത്താനുള്ള, അതാണ് മെക്കനൈസേഷൻ ഒരു എത്ര തൊഴിലാളികളെ ആ ഒരു പ്രവർത്തനത്തിൽ മാറ്റി നിർത്താൻ പറ്റും, ഇതിനുള്ളൊരു ക്രിയാശേഷി എങ്ങനെ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് വികസിപ്പിക്കാം എന്നുള്ളതിനെക്കുറിച്ച് മൂലധൻ്റെ അന്വേഷണങ്ങൾക്കും പരിവേഷണങ്ങൾക്കും എല്ലാം തന്നെ ഒരു പുതിയ സാധ്യത തുറന്നിരണ്ടേ. ആ നിലയിൽ ഒരു തരത്തിൽ റോബോട്ടിക്സിലേക്ക് മാറിയിട്ടുണ്ട്. കാരണം നമുക്കറിയാം, ഇപ്പോൾ പല ഇൻഡസ്ട്രിയൽ പ്ലാനിലും പല സ്ഥലത്തും നമുക്ക് മാരുതിയൊക്കെ പ്രധാനപ്പെട്ട കാര്യം, മാരുതിയിലെ പല കാര്യങ്ങളും ചെയ്യുന്ന ഫ്ലോർ ലെവലിലൊക്കെ തന്നെ മനുഷ്യരല്ല ഉപയോഗിക്കുന്നത്. അവിടെ മുഴുവൻ എക്യുപ്മെൻറ്റ്സും അതനുസരിച്ച് ഓട്ടോമേറ്റഡ് സിസ്റ്റംസാണ് അവിടെ കാര്യങ്ങൾ ചെയ്യുന്നത്. ആ നിലയിൽ മാറ്റം വന്നിട്ടുണ്ട്. ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് തടയാൻ പറ്റുമോ എന്നുള്ള ചോദ്യം, തടയാൻ പറ്റുന്ന മനുഷ്യനിർമ്മിതമായിട്ട് തന്നെ കാര്യം. ഇതൊക്കെ മനുഷ്യൻ്റെ എന്താ പറയുക റെഗുലേഷൻ അനുസരിച്ച് മനുഷ്യൻ സൃഷ്ടിക്കുന്ന നയങ്ങൾക്കനുസരിച്ച് തന്നെയാണ് രൂപപ്പെടുന്നത്. അപ്പോൾ അത്തരം നയപരമായ രൂപീകരണത്തിൽ സാധ്യമാണെങ്കിൽ മനുഷ്യ സങ്കല്പം തന്നെ ചോദിച്ചില്ല, ഏത് മനുഷ്യൻ? ഇവിടെ നമ്മൾ മനുഷ്യൻ എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യൻ എന്ന സങ്കല്പത്തിന് വർഗ്ഗമുണ്ട്, മനുഷ്യൻ എന്ന സങ്കല്പം തന്നെ ജാതിയുണ്ട്, മനുഷ്യൻ സങ്കല്പം തന്നെ അതിൻ്റെ അകത്ത് നമ്മുടെ ജെൻഡർ വരുന്നുണ്ട്. അപ്പോൾ ആർക്കാണ് എൻ്റെ പുറത്ത് നിയന്ത്രണം? നമ്മൾ തീർച്ചയായിട്ടും എൻ്റെ പുറത്ത് നിയന്ത്രണം എന്ന് വിളിക്കുന്ന ബഹുഭൂരിഷം വരുന്ന ഇവിടുത്തെ ഈ ഒരു തരത്തിൽ 1% 2% വരുന്ന ജനങ്ങൾ, അതായത് നമ്മുടെ GDP-യുടെയോ അല്ലെങ്കിൽ പൊതുരുൽപ്പാദനത്തിൻ്റെയോ മൊത്തം കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ അത് കൈവശപ്പെടുത്തുന്ന വിഭാഗത്തിൻ്റെ പുറത്ത് നയപരമായ കാര്യങ്ങൾ രൂപീകരിക്കാൻ പറ്റും. മറ്റുള്ളവർക്ക് ഇതിനകത്ത് എന്ത് രൂപീകരണമാണ്? അപ്പോൾ സംബന്ധിച്ച് ഭാവിയെക്കുറിച്ച് ലോകരാഷ്ട്രങ്ങൾ ആലോചിക്കുന്നു. ആരുടെ കൺസേൺസാണ് ഇതിൻ്റെ അകത്ത് എടുക്കുന്നത്? രാജ്യത്തിൻ്റെ കൺസേൺ എടുക്കുന്നത്, രാജ്യം ഭരിക്കുന്നവരുടെ കൺസേൺ എടുക്കുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഒരു പൊതുവായിട്ടുള്ള ഒരു മാനവികമായ കൺസേണിൻ്റെ അകത്ത് നിന്ന് വലിയ സാധ്യതകൾ വളരെ കുറവാണ്. മാനവികം എന്ന് വിളിക്കുന്ന എല്ലാ മനുഷ്യരുടെയും താല്പര്യങ്ങൾ ഉൾക്കൊള്ളുന്നൊരു റെഗുലേറ്ററി ബോഡി എന്നുള്ളത് ഇന്ന് വളരെ നമുക്ക് ആലോചിക്കാൻ പറ്റാത്ത വിധത്തിൽ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ വിഭാഗങ്ങൾക്ക് ഇതിൽ തന്നെ വളരെ വ്യത്യസ്തമായ മുതലാളിത്ത മത്സരം നടത്തുകൊണ്ടിരിക്കുന്നുണ്ട്. കാര്യം ഒരു വിഭാഗം കുത്തവൽക്കരിക്കുന്ന മറുഭാഗം അതിനെ പുറന്തള്ളപ്പെടുന്നത്. അപ്പോൾ ഇവരുള്ള മത്സരങ്ങളുമായി ബന്ധപ്പെട്ട് ഉപയോഗം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഈ ഒരു ചർച്ചയിൽ വരുന്നത്. ഇവിടെ നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ക്രിയാശേഷി വർദ്ധിക്കുമ്പോൾ നമ്മളിവിടെ കാണുന്ന കാര്യം നമ്മളുടെ റൈറ്റിംഗ്. ഇപ്പോൾ നമ്മൾ പലപ്പോഴും ആകുലപ്പെടുന്ന വളരെ നിസ്സാരമായ കാര്യങ്ങൾ കാണുന്നതാണ് എൻ്റെ തോന്നൽ. അതായത് ഒരു എഴുത്തുകാരൻ്റെ കൃതി പുനരുൽപ്പാദിപ്പിക്കപ്പെടുന്നു. തീർച്ചയായിട്ടും ആ മെഷീൻ ലേണിംഗ് വഴി ഉൽപ്പാദിപ്പിക്കപ്പെടാൻ സാധ്യത നിൽക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ഒരുപക്ഷെ മനുഷ്യൻ്റെ അതിജീവനെ സംബന്ധിച്ചുള്ള നിർണായകമാകാൻ പോകുന്ന കാര്യമല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ എഴുത്തുകാരൻ തകഴിയുടെ കൃതികൾ അത് വീണ്ടും മെഷീൻ വഴി വരുന്നു എന്നുള്ളത് വളരെ അല്ലേ. പക്ഷേ അത് ഒരു വിച്ഛേദമാവുന്നില്ല. നമ്മുടെ സാംസ്കാരികമായ ഒരു അറിവുകൾക്ക് പുതിയ അന്വേഷണം ഒരു ബ്രേക്കൊന്നും കൊണ്ടുവരാൻ പാടില്ല. അത് ആ ഒരു പുതിയ ടെക്നോളജി കൊണ്ടുവന്നു. പക്ഷേ സങ്കീർണമാകാൻ പോകുന്നത് ഇതിൻ്റെ അകത്തുനിന്ന് എത്രത്തോളം മനുഷ്യൻ പുറന്തള്ളപ്പെടാൻ പോകുന്നു. ആ മനുഷ്യൻ പുറന്തള്ളപ്പെടാൻ പോകുമ്പോൾ ആ മനുഷ്യരുടെ അതിജീവനം എന്തായിരിക്കും? നമ്മളിതുപോലെ തന്നെ കാണേണ്ട കാര്യം ബന്ധപ്പെട്ട് കാണേണ്ട കാര്യം ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന പല ടെക്നോളജികളുണ്ട്. മാത്രമായി ഐസൊലേറ്റ് ചെയ്ത് കാണുന്നത് തന്നെ ഒരു തരത്തിലുള്ളൊരു സംഗീതമായ വിഷയമാണ്. ആർട്ടിഫിഷ്യൽ ലൈഫ് എന്നൊരു കാര്യം മറുഭാഗത്ത് നടക്കുന്നുണ്ട്. കൃത്രിമമായ ജീവൻ സൃഷ്ടിക്കാൻ പറ്റും. അപ്പോൾ ഉദാഹരണം നമുക്കറിയാം, ഭക്ഷ്യ പ്രതിസന്ധി നമ്മൾ ദീർഘകാലം നോക്കുകയാണെങ്കിൽ ഭക്ഷ്യപ്രതിസന്ധിയെ മറികടക്കാനുള്ള, ലോകത്താകും ഭക്ഷ്യപ്രതിസന്ധിയെ മറികടക്കാനുള്ള ആർട്ടിഫിഷ്യൽ ലൈഫ്, അതായത് ആർട്ടിഫിഷ്യൽ ടിഷ്യൂസ് ഉണ്ടാക്കാൻ പറ്റുന്ന സാഹചര്യം.
അതുപോലെ തന്നെ ഇന്നത്തെ ടെക്നോളജി പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ആലോചിക്കേണ്ട കാര്യം, നമ്മളതിനെക്കുറിച്ച് വലിയ തോതിൽ വെളിപ്പെട്ടില്ലെങ്കിലും സുനിത വില്യംസൊക്കെ നമ്മളെ ശ്രദ്ധ ആകർഷിക്കുന്ന കാര്യം, ഭൂമിക്ക് അതീതമായൊരു ജീവിതം സാധ്യമാണെക്കുറിച്ചുള്ള ആലോചനകൾ നടക്കുന്നുണ്ട്. അത് ഏത് രൂപത്തിലായിരിക്കും? അത് എക്സ്ട്രാ പ്ലാനറ്റ് ജീവിതമാണോ, അതോ മറ്റു സ്ഥലം കണ്ടെത്തലാണോ, അതവിടെ അവിടെ വാസം സാധ്യം തുടങ്ങിയ അന്വേഷണങ്ങൾ ഈ ടെക്നോളജി സ്ഥാപനങ്ങൾ തന്നെ ഇപ്പോൾ മസ്കിൻ്റെയൊക്കെ സ്ഥാപനങ്ങൾ വ്യാപകമായി തന്നെ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൺവേർജ് ചെയ്യുന്ന സ്ഥലത്താണ് ഭൂമിയിലെ ഇവിടുത്തെ വരുന്ന വലിയ തോതിലുള്ള മനുഷ്യരുടെയും ഇവിടുത്തെ മറ്റ് പ്രകൃതി പ്രതിഭാസങ്ങളുടെയൊക്കെ തന്നെ ഒരു അതിജീവനമായി ബന്ധപ്പെട്ട ചോദ്യമായിട്ട് അത് മാറുന്നത്. പ്രത്യേകിച്ചും നമ്മൾ നമ്മൾ അനുഭവവിധേയമെന്ന കാലാവസ്ഥാ വ്യതിയാനത്തിന് വ്യത്യസ്തമായും കാണാൻ പറ്റില്ല. കാലാവസ്ഥാ വ്യതിയാനം എന്ന രീതിയിൽ നമ്മുടെ ഭൂമിയിലെ അതിജീവനം തന്നെ മനുഷ്യനെ നമ്മൾ പറയുമ്പോൾ എയുടെ ടെക്നോളജി പറയും പലപ്പോഴും ഇവിടെ ചർച്ച ചെയ്യപ്പെടാറുള്ളത് ഏതാണ്ട് 10-15 വർഷം വരാൻ പോകുന്ന ടെക്നോളജിയിലെ മാറ്റമാണ്. തീർച്ചയായും കാര്യം നമുക്കറിയാവുന്ന പോലെ പഴയ ടെക്നോളജി വ്യത്യസ്തമായിട്ട് സ്പീഡ് കൂടുതലാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു ടെക്നോളജി മറ്റു ടെക്നോളജിയിലേക്ക് അതിക്രമിച്ച് കയറി ആ സ്പേസ് നോക്കുന്ന ദൈർഘ്യം കുറഞ്ഞു വന്നിട്ടുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം. അപ്പോൾ ടെലിഫോണിന് എന്താ പറയുക, അടുത്ത ടെക്നോളജി മൊബൈൽ ഫോൺ വന്നത് കാലദൈർഘ്യം വളരെ കൂടുതലാണ്. പക്ഷേ മൊബൈൽ ഫോണിൽ നിന്ന് അടുത്ത മൊബൈൽ ഫോൺ ഒരു 5Gയിലേക്ക് പോകുന്ന കാലദൈർഘ്യം കുറവാണ്. ആ നിലയിൽ ശരിയാണ്, AI ടെക്നോളജി ഒരു പക്ഷേ 10-15 വർഷമൊന്നും ആവേണ്ടി വരില്ല. അതിന് മുമ്പ് തന്നെ അതിൻ്റെ ഒരു സ്വാധീനം ഇപ്പോൾ തന്നെ പ്രകടമാണ്. കാര്യം കഴിഞ്ഞ 2 വർഷം മുമ്പ് ഉപയോഗിച്ച AI അല്ല നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന കാര്യം. മൂവി മേക്കിങ്ങിനും ഇപ്പോൾ ഉദാഹരണം നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ പ്രവർത്തിക്കുന്ന മേഖല മൂവി മേക്കിങ്ങായി ബന്ധപ്പെട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ 2 വർഷം മുമ്പ് ഇമേജ് ഒന്ന് മൂവ് ചെയ്യാനുള്ള ചില സാധ്യതകളുണ്ടെങ്കിൽ ഇന്നല്ല ഫുൾ ഫ്ലെഡ്ജ്ഡ് മൂവി ഉണ്ടാക്കാൻ പറ്റും. അതെന്ന് വെച്ചാൽ ഫീച്ചർ ഫിലിമിലേക്ക് പോകാൻ പറ്റും. ഫീച്ചർ ഫിലിം പോകാൻ പറ്റുന്നെങ്കിൽ നിലവിലുള്ള നമ്മൾ താരങ്ങളെ വെച്ചുകൊണ്ട് തന്നെ മൂവി മേക്കിംഗ് പറ്റും. പക്ഷേ എപ്പോഴും സിന്തസൈസ്ഡ് ഇമേജാണ്, സിന്തറ്റിക് ഇമേജുകളാണ്. അതിൻ്റെ ചില കാഴ്ച പ്രശ്നങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. പക്ഷേ ആ റെസൊല്യൂഷനൊക്കെ നാളെ മാറി വരാം. അപ്പോൾ ഈ മാറ്റങ്ങളുണ്ട് എന്നുള്ളത് നമ്മുടെ മുമ്പിൽ യാഥാർത്ഥ്യമാണ്. പക്ഷേ ഈ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോഴും ഇത് ആരെയാണ് ഇവിടെ ചോദ്യം തീർച്ചയായിട്ടും ഒരു സമൂഹത്തെ സംബന്ധിച്ചോളം, ഒരു രാജ്യത്തെ സംബന്ധിച്ചോളം, ഇവിടെ വലിയ തോതിലുള്ള മനുഷ്യനെ സംബന്ധിച്ചോളം ഇത് എങ്ങനെയാണ് നമ്മുടെ സാമൂഹിക പറഞ്ഞ മനുഷ്യനെ മുഴുവൻ ബാധിക്കാൻ പോകുന്നത്? കാര്യം ആരാണ് അവിടെ പുറന്തള്ളപ്പെടുന്നത്, ടെക്നോളജിയുടെ ഉപയോഗം ആരായിരിക്കും തുടങ്ങിയുള്ള ഒരു വലിയ വിഷയം തന്നെ ഇതിൻ്റെ അകത്ത് മുഖ്യമായി വരുന്നത്. അപ്പോൾ ഞാൻ നേരെ സൂചിപ്പിച്ച 2 കാര്യമാണ്. ഒന്ന്, ടെക്നോളജിയുടെ ബാക്ക് എൻഡ് ടെക്നോളജി ഇപ്പോഴും നമുക്ക് സ്വായത്തമല്ല. അതിൻ്റെ സോഴ്സ് കോഡ് നിയന്ത്രണമാണ് കോർപ്പറേറ്റിൻ്റെ അകത്ത്. നമ്മൾ ഉപഭോക്താവ് നിലയ്ക്ക് നിൽക്കുന്നത്. ആ ഉപഭോക്താവ് നിലയിൽ തന്നെ നമുക്ക് എത്രമാത്രം അതിൻ്റെ പുറത്ത് നിയന്ത്രണമുണ്ട്, എത്ര മനുഷ്യർക്ക് നിയന്ത്രണമുണ്ട്, ഏത് വിഭാഗം നിയന്ത്രണമെന്ന കാര്യം ചോദ്യം വരുന്നത്. പിന്നെ രണ്ടാമതായ കാര്യം, ഈ ടെക്നോളജി വികാസം എന്ന് പറയുന്നത് മറ്റ് ടെക്നോളജി ബന്ധപ്പെട്ട വികാസമായി ചേർത്തുകൂടി കാണുന്നുണ്ട്. അതുകൊണ്ട് ജനറേറ്റീവ് ടെക്നോളജി, ജനറേറ്റീവ് AI എന്ന സ്ഥലത്ത് മാത്രം നിന്നുകൊണ്ട് ഇതിനെ പരീക്ഷിക്കുകയും അതിനെ ആദർശവൽക്കരിക്കുകയും അല്ലെങ്കിൽ അതിനെ പൈശാചവൽക്കരിക്കുന്നതിലും വലിയ കാര്യമുണ്ടെന്നില്ല. അതിപ്പോൾ താൽക്കാലികം ഒരു എന്താ പറയുക, ഒരു പ്രതിഭാസ നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു താൽക്കാലികമായിട്ടുള്ള നമ്മുടെ ഒരു താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് വേണമെങ്കിൽ അതിനെ കാണാൻ പറ്റും. ഒരു പക്ഷേ ഈ പ്രശ്നം വലിയ വലിയ എഴുത്തുകാരും അഭിമുഖീകരിക്കുന്നൊരു കാര്യമാണ് എനിക്ക് തോന്നുന്നു. പല എഴുത്തുകാരും ഈ പ്രശ്നത്തെ കാണുന്നത് തന്നെ ഈ ഒരു പരിമിതിക്കകത്താണ്. അത് നമ്മളിപ്പോൾ ഹോമോസാപ്പിയൻസ് എഴുതിയ എഴുത്തുകാരനാണെങ്കിലും ഒരുപക്ഷെ ഇതിൻ്റെ അകത്താണ് ഈ ഒരു കാഴ്ചപ്പാട് രൂപപ്പെടുത്തുന്നത്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ അകത്തും ഈ ഒരു കാഴ്ചപ്പാടിൻ്റെ അകത്താണ് കാര്യങ്ങൾ കാണുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ സാധ്യമല്ല. അപ്പോൾ ഈ ടെക്നോളജിയുടെ കോർപ്പറേറ്റ് നിയന്ത്രിക്കുന്ന ടെക്നോളജി സോഴ്സ് കോഡ് എങ്ങനെ നമുക്ക് സ്വായത്തമാക്കാൻ പറ്റുമെന്നൊരു ചോദ്യം വളരെ പ്രധാനപ്പെട്ട കാര്യം. അതെങ്ങനെയാണ് പൊതുവായി മാറുക, അതിൻ്റെ ഗുണഫലങ്ങൾ ഏത് രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ ഗുണഫലങ്ങൾ ഉപയോഗിക്കാൻ പറ്റിയാൽ തന്നെ നമ്മുടെ പഴയ ന്യൂക്ലിയർ ടെക്നോളജിയെക്കുറിച്ച് പറഞ്ഞ പോലെ സോഷ്യലിസ്റ്റ് ന്യൂക്ലിയർ ടെക്നോളജി മുതലാളിത്ത ന്യൂക്ലിയർ ടെക്നോളജിയെക്കാട്ടും ഭേദമാവുന്നില്ല. ഈ ടെക്നോളജി ആത്യന്തികമായിട്ട് വിനാശകരമായിരിക്കും അതോ ഉപകാരപ്രദമാവുമെന്ന ചോദ്യം ഉന്നയിക്കപ്പെടും. ഇവിടെ ഒരു കാര്യം, നമ്മൾ വേറെ കാര്യം ഇവിടെ നോക്കട്ടെ. ഈ ടെക്നോളജിയെ സംബന്ധിച്ചുള്ള ചില തെറ്റിദ്ധാരണകളും നിലനിൽക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. തെറ്റിദ്ധാരണകളാണോ അതോ നമ്മളത് മനസ്സിലാക്കാൻ വിമുഖത കാണിക്കുന്നതാണോ എന്നല്ല. തെറ്റിദ്ധാരണകളാവണമെന്നില്ല. ഈ ടെക്നോളജി ഡാറ്റാബേസ് ടെക്നോളജിയാണ്. ഡാറ്റാബേസ് ടെക്നോളജി ഡാറ്റാ സെർവറിലാണ് ഇരിക്കുന്നത്. വ്യാപകമായ ഡാറ്റാ സെർവറുകൾ ആവശ്യമാണ്. അതായത് എത്രയോ ഡാറ്റാ ഫാംസ് എന്ന് വിളിക്കുക, വലിയ തോതിൽ ഡാറ്റാ ഫാംസിലാണ് സെർവറുകളിൽ ഈ ഡാറ്റ മുഴുവൻ ഇരിക്കുന്നത്. ഇത് നിലനിർത്താൻ ഇതുപോലെ ഇന്ധനം ആവശ്യമാണ്, എനർജി ആവശ്യം. ഈ എനർജി എവിടെ നിന്നാണ് വരുന്നത്? പ്രകൃതിയുടെ ചൂഷണത്തിലൂടെ തന്നെയാണ് എനർജി സ്വരൂപിക്കപ്പെടുന്നത്. ഈ പ്രകൃതിയുടെ ചൂഷണത്തിലൂടെ വലിയ തോതിൽ എനർജി വേണം. അപ്പോൾ ഇലക്ട്രിസിറ്റി വലിയ തോതിൽ വേണം ഇത് നിലനിർത്താൻ. കാര്യം ഇലക്ട്രിസിറ്റിയിൽ എന്തെങ്കിലും ഒരു കുറവ് വന്നാൽ ഈ ടെക്നോളജിയും പോയി നമ്മുടെ എല്ലാവരും സംവിധാനം ആ നിമിഷം തകർന്നു. ആ നിമിഷം എല്ലാം ഒരു തരത്തിൽ ഒരു നിമിഷം പോലും നമ്മൾ ഇതിൻ്റെ അകത്ത് നിന്ന് അകന്നു പോയി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നമ്മുടെ ഇൻ്റർനെറ്റ് ടെക്നോളജി, ഇന്നത്തെ നെറ്റ്വർക്ക് ടെക്നോളജി ഒരു 5 മിനിറ്റ് പോലും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര സാങ്കേതികതകൾ തടസ്സപ്പെടും, ലോകത്ത് എത്ര ഫിനാൻഷ്യൽ സിസ്റ്റം തകരും, ലോകത്ത് എത്ര ബാങ്കിങ് സിസ്റ്റം തകരും. അപ്പോൾ ഒരു 5 മിനിറ്റ് പോലും ബ്രേക്ക് സാധ്യമല്ലാത്ത രീതിയിൽ ഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഈ രീതിയിൽ. കാര്യം ആഗോളവൽക്കരണം എന്ന് വിളിക്കുന്ന വാസ്തുവിൽ ഘടിപ്പിക്കപ്പെടുന്ന ഈ സാങ്കേതികവിദ്യയുടെ പല ഘട്ടങ്ങളിലൂടെയാണ്. ബാങ്കിങ് ആണെങ്കിലും ലോകത്തെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിലും പല നമ്മുടെ നിത്യവ്യവസ്ഥകൾ മുഴുവൻ തന്നെ ഓട്ടോമേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് വിദ്യാഭ്യാസം ആയിക്കോട്ടെ, നമ്മുടെ സാധാരണ ജീവിതത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങളായിക്കോട്ടെ എല്ലാം ഓട്ടോമേറ്റ് ചെയ്യപ്പെടണം. അപ്പോൾ ഒരു നിമിഷം പോലും നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയാണ്. അപ്പോൾ വലിയ വലിയ എനർജിയും ഇലക്ട്രിസിറ്റി ആവശ്യം. എവിടെ നിന്ന് ഇലക്ട്രിസിറ്റി വരുന്നത്? അപ്പോൾ ഇലക്ട്രിസിറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നിലും ഇലക്ട്രിസിറ്റി മാത്രമല്ല, ഈ ഡാറ്റാ ഫേംസ്, അതായത് നമ്മൾ ഡാറ്റാ ഫാംസ് നിലനിർത്തുന്നതുമായി ബന്ധപ്പെട്ട് വേറെ കാര്യം കൂടി ഉണ്ട്. ഇതിൽ മാനുവൽ ലേബർ ഇപ്പോഴും ഉണ്ട്.
നമ്മൾ കാണുന്ന ഇത് പ്രധാനപ്പെട്ട അൽഗോരിതമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ അകത്ത് സോഫ്റ്റ്വെയറിനെ കുറിച്ച് കാണുന്ന സമയത്ത് കുറേ വളരെ ഇൻ്റലക്ച്വൽസായ സയൻറ്റിസ്റ്റുകൾ പ്രവർത്തിക്കുന്ന മാത്രമേ നമ്മൾ മനസ്സിലുള്ളൂ. പക്ഷേ മാനുവൽ ഫിസിക്കൽ ലേബർ ഡാറ്റ സയൻസിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത് ഇതിൻ്റെ ഓരോ ഘട്ടം ഇലക്ട്രിസിറ്റി മുതൽ ഇതിൻ്റെ ഇലക്ട്രിക്കൽ ഉൽപ്പാദനം മുതൽ ഡാറ്റ സയൻസ് മാനേജ് ചെയ്യുന്നതൊക്കെ തന്നെ വളരെ തോതിൽ ഒരു മനുഷ്യ പ്രവർത്തനത്തിൻ്റെ അകത്ത് നിൽക്കുന്നുണ്ട്. അതായത് മാനുവൽ എന്ന് വിളിക്കുന്ന പഴയ സങ്കല്പത്തിലുള്ള മാനുവൽ ലേബർ നിൽക്കുന്നുണ്ട്. ആ മാനുവൽ ലേബർ ഓട്ടോമേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. ആ ലേബറിൻ്റെ കാര്യം നമ്മൾ പലപ്പോഴും നമ്മൾ ഇൻവിസിബിൾ ആവും. എന്തുകൊണ്ട് ഇൻവിസിബിൾ ആവുന്നൊരു ചോദ്യം കൊണ്ട് അകത്തുണ്ട്. ആ ഇൻവിസിബിലിറ്റി പറഞ്ഞാൽ മുതലാളിത്തത്തിൻ്റെ ഇൻവിസിബിലിറ്റി. എല്ലാ കാലത്തും മാനുവൽ ലേബറിനെ ഇൻവിസിബിൾ ആക്കാനുള്ള ശ്രമം മുതലാളിത്തം എല്ലാ കാലത്തും നടത്തിക്കൊണ്ടിരിക്കും. കാര്യം അത് മുതലാളിത്തത്തിൻ്റെ പ്രത്യേകത മാത്രമാണോ അത് ഒരു ഫ്യൂഡൽ പ്രത്യേകതയാണോ എന്നുള്ള കാര്യം നമുക്ക് വേണമെങ്കിൽ തർക്കത്തിന് വയ്ക്കാം. ഈ മാനുവൽ ലേബർ ഇൻവിസിബിൾ ആക്കുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ കാര്യം നമ്മളെപ്പോഴും കോഗ്നിറ്റീവ് ലേബറാണ് പ്രാധാന്യം കൊടുക്കുക. അപ്പോൾ കോഗ്നിറ്റീവ് ലേബർ മാത്രമല്ല, ഇതിൻ്റെ അകത്ത് വലിയ മാനുവൽ ലേബറും നിലനിൽക്കുന്നുണ്ട്. ഈ മാനുവൽ ലേബറിന് സംഭവിക്കുക, മാനുവൽ ലേബർ സംഭവിക്കുക, അവർ പുറന്തള്ളപ്പെടുകയോ അവരേത് രീതിയിലായിരിക്കും അവരെ ഉപയോഗിക്കപ്പെടാൻ പോകുന്നത് തുടങ്ങിയ കാര്യമുണ്ട്. ഇവിടെ ഇതിനൊക്കെ അതീതമായിട്ടൊരു പോസിബിൾ ആണോ, ഇതിനകത്ത് അതീതമായിട്ടൊരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാധ്യമാണോ എന്നുള്ളതാണ് നമ്മൾ ഇന്നൊരു പക്ഷേ ചോദിക്കേണ്ട ചോദ്യം. എയെക്കുറിച്ചുള്ള പതിവ് പാഠങ്ങൾ, യന്ത്രം, മനുഷ്യൻ തുടങ്ങിയ അതിൻ്റെ ദ്വന്ദ്വാത്മകമായ ചില വീക്ഷണങ്ങൾ, സർഗാത്മകതയെ മനുഷ്യനെ സർഗാത്മകത എങ്ങനെ തന്നെ ബാധിക്കും, അതുപോലെ മനുഷ്യൻ നൈസർഗത എങ്ങനെ ബാധിക്കും തുടങ്ങിയിട്ടുള്ള വളരെ ലോലമായ ചോദ്യങ്ങൾ നമ്മൾ ആവർത്തിച്ച് ചോദിക്കാം തീർച്ചയായിട്ടും. അത് വളരെ പരിമിതമായ ചോദ്യമാണ്. അതിനപ്പുറം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പ്ലാനറ്റിൻ്റെ, ഈ ഗ്രഹത്തിൻ്റെ അതിജീവനമായി ബന്ധപ്പെട്ട് അതിലെ മനുഷ്യവാസവും മറ്റ് പ്രകൃതി പ്രതിഭാസങ്ങളുടെ വാസവും ബന്ധപ്പെട്ട വലിയ ചോദ്യങ്ങൾക്ക് അനുബന്ധമായിട്ടോ അല്ലെങ്കിൽ ചേർന്നോ നമുക്ക് ഈ പ്രശ്നം ഉന്നയിക്കാൻ പറ്റുള്ളൂ എന്നാണ് എൻ്റെ ഒരു മനസ്സിലാക്കൽ. ആ നിലയിൽ വേണം എയെ സമീപിക്കേണ്ടത്. ആ നിലയിൽ സമീപിക്കുമ്പോൾ നമ്മൾ കാണാൻ പറ്റുന്ന കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ഒരു പരിമിതിയിൽ എത്തി നിൽക്കും. കാര്യം അതിൻ്റെ അപ്പുറത്തേക്ക് പോകുക എന്ന് പറയുന്നത് ഒരു പരിമിതിയിൽ എത്തി നിൽക്കുക, ഒരു ത്രഷോൾഡ് ഉണ്ട്. ആ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്ന ത്രഷോൾഡ്, ആ ത്രഷോൾഡ് അപ്പുറം പോകണമെങ്കിൽ അതാണ് പലപ്പോഴും ജെഫ്രി ഹിൻഡനെ പോലെ ആൾക്കാർ, ഇതിൻ്റെ അകത്ത് വളരെ ഇൻ്റലക്ച്വലായിട്ട് ജെഫ്രി ഹിൻഡനെ പോലെ ആൾക്കാർ പലപ്പോഴും ഈ എത്തിക്കൽ പ്രശ്നം ഉന്നയിക്കുന്നത് ഈ ഒരു കാര്യമാണ്. അത് വെറും ഒരു മനുഷ്യൻ്റെ കേപ്പബിലിറ്റി, മനുഷ്യൻ ഇൻ്റലക്ച്വൽ കേപ്പബിലിറ്റി ഓർവലും ചെയ്യുന്ന, അല്ലെങ്കിൽ മനുഷ്യൻ ഇൻ്റലക്ച്വൽ കേപ്പബിലിറ്റി മറികടക്കുന്നതല്ല. ഈ ഗ്രഹത്തിൻ്റെയും നമ്മുടെ മറ്റു തരത്തിലുള്ള അതിജീവനവുമായി ബന്ധപ്പെട്ട് എയ്ക്ക് എന്തെല്ലാം പ്രതിബന്ധം സൃഷ്ടിക്കും, അതിനപ്പുറത്തേക്ക് പോകുമ്പോൾ എന്തെല്ലാം ബാധ്യതകൾ ഒരുപക്ഷെ ഈ ഒരു മനുഷ്യന് മാത്രമല്ല പ്രകൃതിക്ക് മുഴുവൻ ഏറ്റെടുക്കേണ്ടി വരുന്ന സ്ഥലത്താണ് ഇതിൻ്റെ ഒരു പ്രധാന ഒരു പ്രതിസന്ധി നമ്മൾ നേരിടുന്നത്. ഞാൻ വീണ്ടും ആവർത്തിക്കട്ടെ, എന്ന ടെക്നോളജി നമ്മൾ ഒരു അൽഗോരിതത്തിൻ്റെ തലത്ത് മാത്രം കാണുകയും അതായത് ചില ഭംഗികൾ സൃഷ്ടിക്കുക. അപ്പോൾ എന്താ പറയുക, എനിക്കൊരു ഇന്ന ഡിസൈൻ വേണം, ആ ഡിസൈൻ ഉണ്ടാക്കി തരുന്നു, അല്ലെങ്കിൽ എനിക്ക് ഇന്ന എഴുത്തുകാരനെ പോലെ ഇങ്ങനെ എഴുതിത്തരണം, അല്ലെങ്കിൽ എനിക്ക് എന്താ പറയുക ONV പോലെ പ്രണയകവിത എഴുതിത്തരണം എന്ന് പറയുന്ന തലത്തിൽ നമ്മൾ വളരെ ലോലമായ രീതിയിൽ കാണുമ്പോൾ ഈ സാങ്കേതിക സാഹചര്യം തന്നെ അടച്ചു കളയാണ്. പലപ്പോഴും നമ്മൾ അതിലേക്കാണ് പലപ്പോഴും ചുരുങ്ങിപ്പോകുന്നത്. അതുപോലെ മാർക്സം പലപ്പോഴും ഇതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്യുമ്പോൾ യാന്ത്രികവാദപരമായിട്ടുള്ള മാർക്സ് അപ്ലൈ ചെയ്യുന്ന പോലെയാണ് അത് അനുഭവപ്പെടുന്നത്. കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ 19ാം നൂറ്റാണ്ട് യുക്തിക്കനുസരിച്ചല്ല ഇന്ന് കോഗ്നിറ്റീവ് ക്യാപിറ്റലിസം പ്രവർത്തിക്കുന്നത് നമുക്ക് നന്നായിട്ടറിയാം. അതൊരു വെറും മെക്കനൈസേഷൻ പ്രോസസ് അല്ല. മെക്കനൈസേഷൻ അപ്പുറം അതിന് ഒരു ഓട്ടോമേഷൻ പ്രോസസ്സിനപ്പുറം അത് പുതിയ ജീവിത വ്യവസ്ഥകൾ സൃഷ്ടിക്കുകയും ആ ജീവിത വ്യവസ്ഥകൾ സൃഷ്ടിക്കുന്ന സമയത്ത് എന്താണ് പറയുന്നത്, ആ ജീവിതവ്യവസ്ഥകൾ സൃഷ്ടിക്കുന്നത് വെറുമൊരു ലാഭേച്ഛയുടെ അടിസ്ഥാനം മാത്രമല്ല, ഒരു പുതിയ ലോക ഭാവന തന്നെ കൊണ്ടുവരുന്നുണ്ട്. ആ ലോകഭാവന അകത്തെന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഭൂമിക്ക് അതീതമായിട്ട്, ഗ്രഹത്തിന് അതീതമായിട്ട് എന്തൊക്കെ സാധ്യമാണെന്ന തരത്തിലാണ് ഇന്നത്തെ പുതിയ മുതലാളിത്തം സങ്കല്പിക്കുന്നത്. ഒരു പക്ഷേ 19ാം നൂറ്റാണ്ടിൽ സയൻസിൻ്റെ അകത്തുനിന്നല്ല, ടെക്നോളജിയുടെ അകത്തല്ല ഇന്നത്തെ ടെക്നോളജി വികാസം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രമൊരു കാഴ്ചപ്പാടും കൂടി ഇതിൻ്റെ അകത്ത് നമ്മൾ കാണേണ്ടത്. ഇത് ഞാൻ പറയാൻ കാരണം ആർട്ടിഫിഷ്യൽ ലൈഫ് എന്നുള്ള ബയോടെക്നോളജി കാര്യം നമ്മൾ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ തന്നെ വികാസം വന്നതാണ് ബയോടെക്നോളജിയുടെ ഭാഗമായിട്ടുള്ളൊരു ആർട്ടിഫിഷ്യൽ ലൈഫ് എന്ന കാര്യം നമ്മൾ ആലോചിക്കേണ്ടത്. മാത്രമല്ല, എന്ന് പറയുമ്പോൾ വളരെ നമ്മൾ അൽഗോരിതമിക്കായിട്ട് നമ്മൾ കാണുന്ന കാര്യം ഈ ഡിജിറ്റൽ ടെക്നോളജിയുടെ വികാസന ഭാഗമായിട്ട് കൂടുതൽ ഡാറ്റകൾ സമാഹരിച്ച് ഡാറ്റയിൽ നിന്ന് പുതിയ കാര്യങ്ങൾ ഉണ്ടാകുന്നതിനെ കുറിച്ച് പറഞ്ഞത്. ചില പാറ്റേൺ റെക്കഗ്നിഷൻ, വീണ്ടും മെഷീൻ ലേണിംഗ് തുടങ്ങി. അതുമാത്രമല്ല ആർട്ടിഫിഷ്യൽ ലൈഫ് എന്നൊരു കാര്യം അപ്പുറത്ത് വികസിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് വളരെ ആലോചിക്കുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ലൈഫ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ തന്നെ, അതായത് നമ്മൾ വളരെ മുമ്പ് തന്നെ തുടങ്ങിയ കാര്യമാണ് ക്ലോണിങ്ങുമായി ബന്ധപ്പെട്ട്. ക്ലോണിങ്ങിനപ്പുറം ആർട്ടിഫിഷ്യൽ ലൈഫ് ക്രിയേറ്റ് ചെയ്യാനും ആർട്ടിഫിഷ്യൽ ഫുഡ് ക്രിയേറ്റ് ചെയ്യാനും പറ്റുന്നൊരു ക്രമത്തിലേക്ക് പോകാനും അങ്ങനെ അതിൻ്റെ പുറത്തും കോർപ്പറേറ്റ് നിയന്ത്രണമുള്ളത്. ഇതൊന്നും തന്നെ പൊതു ഗവേഷണ സ്ഥാപനങ്ങളിൽ നിന്ന് ഉണ്ടാവുന്നതല്ല. ഇന്ത്യയിലൊരു പൊതു ഗവേഷണ സ്ഥാപനത്തിലും ഇതുമായി ബന്ധപ്പെട്ട് റിസൾട്ട് ഉണ്ടാവും നമുക്കറിയാം. ഇതെല്ലാം കോർപ്പറേറ്റുകളുടെ നിയന്ത്രണമായിട്ട് വലിയ കമ്പനികൾക്കകത്താണ് ഇത് രൂപപ്പെടുന്നതും അവരാണ് ഇതിൻ്റെ ആശീർവീകരണം, അവർക്കാണ് ഇപ്പോൾ നോബൽ സമ്മാനം കിട്ടുന്നതും. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്ത് വെച്ച് ആലോചിക്കുമ്പോൾ ഇത് നമുക്കൊരു ആത്യന്തിക ആപൽക്കരമായ ഒരു സ്ഥിതിവിശേഷമായിരിക്കുമോ എന്നുള്ള വളരെ ആ ചോദ്യം ഒരുപക്ഷെ എനിക്കറിയില്ല. അങ്ങനെ ഒരു പ്രവചനാത്മക ചോദ്യത്തിന് മറുപടി പറയേണ്ട ആവശ്യം നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ
ഇത് നമ്മൾ വേണ്ട പോലെ ഉൾക്കൊണ്ടില്ല എന്നുണ്ടെങ്കിൽ, ഇതിനെ മനസ്സിലാക്കിയതിനോടൊരു ഒരു ക്രിട്ടിക്കലായിട്ടുള്ള ഒരു സങ്കല്പം നമ്മൾ വികസിപ്പിച്ചില്ല എങ്കിൽ തീർച്ചയായിട്ടും തിരിച്ചടിക്കാൻ സാധ്യതയുണ്ട്. തിരിച്ചടിക്കാൻ പറയാൻ സമയം ഇത് കാരണം ആത്യന്തികമായി നിയന്ത്രിക്കാൻ പോകുന്ന വളരെ കുറച്ച് ആൾക്കാരായിരിക്കും. ആ കുറച്ച് ആൾക്കാർ എല്ലാ കാലത്തും എല്ലാ ടെക്നോളജിയും നിയന്ത്രിച്ചത് പോലെ തന്നെ ഇതിൻ്റെ ഭവിഷ്യത്ത് നമ്മൾ നേരിടേണ്ടി വരും. അതേസമയം തന്നെ ഇതിൻ്റെ ഒരു വിശാലമായ അർത്ഥത്തിലൊരു ഈ കോഡ് ഒരു പുതുമയുടെ അടിസ്ഥാനം, കോമൺ സെൻസ് ഉപയോഗിക്കപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും വേറെ സങ്കല്പം കൂടി ആലോചിക്കാൻ പറ്റും. മനുഷ്യോപകാരപ്രദവും പ്രകൃതിക്ക് ഉപകാരപ്രദമായ രീതിയിൽ എങ്ങനെ ഇത് സാധ്യമാക്കാമെന്നുള്ള. ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇത് മനുഷ്യൻ്റെ തരത്തിലുള്ള പല പ്രവർത്തനം ലഘൂകരിക്കുന്നുണ്ടാവും. മനുഷ്യൻ്റെ പല പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഇതായിട്ട് പ്രത്യേകിച്ച് താരതമ്യമില്ലെങ്കിലും ഇപ്പോൾ കിച്ചൺ ടെക്നോളജി, നമ്മുടെ അടുക്കള സാങ്കേതികവിദ്യകൾ വലിയ തോതിൽ സ്ത്രീകളെയും മോചിപ്പിച്ചിട്ടുണ്ട്, പുരുഷന്മാരെയും മോചിപ്പിച്ചിട്ടുണ്ട് ആ അടുക്കള സാങ്കേതികവിദ്യകൾ. അത്തരം ഞാനിനെ ലഘൂകരിച്ച് കാണില്ല. അപ്പോൾ ഇത്തരം സാഹചര്യത്തിൽ മനുഷ്യൻ്റെ ഈ പലതരത്തിലുള്ള കഠിന പ്രയത്നങ്ങളെ ലഘൂകരിക്കാൻ സാധിക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ പല നോക്കുകയാണെങ്കിൽ നമ്മുടെ ഓട്ടോമൊബൈൽ സാങ്കേതിക എല്ലാം കാണാം, പലതരത്തിലുള്ള കഠിന പ്രയത്നങ്ങൾ ലഘൂകരിക്കുന്നതിൽ പല ടെക്നോളജി ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ കൂടുതൽ മനുഷ്യന് ആനന്ദത്തിനും കൂടുതൽ സമയം മറ്റു കാര്യങ്ങൾ വിനിയോഗിക്കാനും കൂടുതൽ സൗഹൃദങ്ങൾ ഏർപ്പെടാനും ഒക്കെ തന്നെ സാധ്യതയുണ്ട്. പക്ഷേ നിലനിൽക്കുന്ന വ്യവസ്ഥ അനുകൂലമാണോ? നിലനിൽക്കുന്ന സാമൂഹിക വ്യവസ്ഥ, നിലനിൽക്കുന്ന സനാതന മൂല്യങ്ങൾ, നിലനിൽക്കുന്ന വംശീയ മൂല്യങ്ങൾ, നിലനിൽക്കുന്ന നമ്മുടെ അസമത്വത്തിൻ്റെ ഘടകങ്ങൾ ഇതിന് അനുകൂലമാണോ ചോദ്യം തന്നെയാണ് എൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വരുന്നത്. അപ്പോൾ ഈ സാങ്കേതികവിദ്യ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ വർഗസമരം, തത്വചിന്തയിൽ ആശയസമരം, വർഗസമരം എന്ന് വിളിക്കുന്ന നമ്മുടെ ഭൗതികതയുടെ വർഗസമരം തത്വചിന്തയിലെ ആശയസമരമാണെന്ന് പറഞ്ഞ പോലെ തന്നെ ടെക്നോളജിക്കകത്തും വലിയ സമരം നടന്നുകൊണ്ട് ടെക്നോളജിയുടെ വികാസം എന്ന് പറഞ്ഞ അതിൻ്റെ അകത്ത് തന്നെ ഈ വർഗത്തിൻ്റെയും ഈ വംശീയമായിട്ടുള്ള വൈരുദ്ധ്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് അത് കാണാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഓരോ ടെക്നോളജി ഡെവലപ്മെൻ്റ് അകത്തും ഇതിൻ്റെ അകത്ത് ഇതിനതീതമായിട്ട് വളരെ പരിശുദ്ധമായൊരു ടെക്നോളജി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് എൻ്റെ അഭിപ്രായത്തിൽ അതാണ് കൃത്രിമത്തിൻ്റെ അകത്ത്. അതിന് അതീതമായിട്ട് വളരെ അതിൻ്റെ ആ ചോദ്യങ്ങൾ പലപ്പോഴും ടെക്നോളജിക്ക് എതിരായിട്ടും വരാം. അതായത് നമ്മുടെ നേരത്തെ സർഗാത്മകതയെ ബാധിക്കുന്നുണ്ടോ? സർഗാത്മകത എന്താണ്? ഈ സർഗാത്മകത തന്നെ വലിയ നിർവചിക്കപ്പെട്ട കാര്യമല്ല. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സൗന്ദര്യ സങ്കല്പങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ ചരിത്രപരമായ സൗന്ദര്യ സങ്കല്പമാണ്, അല്ലാതെ സനാതനവും ശാശ്വതമായ സൗന്ദര്യ സങ്കല്പം ഇല്ലല്ലോ. അപ്പോൾ ടെക്നോളജിനെ ബാധിക്കേണ്ട തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ എൻ്റെ അഭിപ്രായത്തിൽ വളരെ ലോലവും ഉപരിപ്ലവമായ ചോദ്യമാണ്. അതിനപ്പുറമുള്ള ചോദ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ അത് അനാവരണം ചെയ്ത ചോദ്യങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യ വ്യവസ്ഥയുടെ തന്നെ, മനുഷ്യ സൃഷ്ടിച്ച വ്യവസ്ഥ തന്നെ അതെങ്ങനെ ബാധിക്കും, അത് ബാധിച്ചതുകൊണ്ട് എന്ത് തരത്തിൽ ഗുണകരമായി. കാര്യം മനുഷ്യ സൃഷ്ടിച്ച വ്യവസ്ഥകളെല്ലാം പുരോഗമനപരമാണെന്നുള്ള തെറ്റിദ്ധാരണയൊന്നും എന്തായാലും നമുക്ക് ഈ കാലത്തില്ല. കാര്യം പലതും തന്നെ ആത്യന്തികമായിട്ട് നമ്മുടെ അതിജീവനെ തന്നെ ബാധിക്കുന്ന വ്യവസ്ഥകളാണ് സൃഷ്ടിക്കപ്പെട്ടത്. പലതും നമുക്ക് ഗുണകരമായിരിക്കുന്നാവായിരിക്കാം അതായത് നമ്മൾ പറയുന്നത് ഇതിന് മനുഷ്യൻ്റെ ജീവന കാര്യം നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് ആലോചിക്കാൻ പറ്റുള്ളൂ. അതേസമയം ടെക്നോളജി എന്ന് വിളിക്കുന്ന ടെക്നോളജി ഇതിൻ്റെ അകത്ത് എത്രമാത്രം നമുക്ക് നമ്മുടെ ഒരു വലിയ തോതിലെ ഭാവിയെ ബാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിന് ഗുണകരമാവേണ്ട അതിൻ്റെ സ്വഭാവം എന്തായിരിക്കും എന്നുള്ളതാണ് നമ്മൾ അന്വേഷിക്കുന്ന കാര്യം. ഒരു കാര്യം കൂടി പറയാം, നമ്മുടെ തലച്ചോറിനെ മിമിക് ചെയ്യുക എന്നുള്ളതാണ് ഇന്ന് നമ്മളെല്ലാവരും കാണുന്ന കാര്യം. തലച്ചോറിനെ മിമിക് ചെയ്യുക എന്നുള്ള ന്യൂറോളജിക്കലായ ഗവേഷണമാണ് അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട കാര്യം. ന്യൂറോളജിക്കലായ ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ തലച്ചോറ് മിമിക് ചെയ്യുന്നൊരു സാധ്യതകളൊക്കെ വരികയും. ഇപ്പോൾ നമുക്കറിയാലോ, ഇപ്പോൾ എലോൺ മസ്കിൻ്റെ പുതിയ ടെക്നോളജി പറഞ്ഞാൽ തലച്ചോറ് നേരിട്ട് ടെക്നോളജിയെ ബന്ധപ്പെടുന്ന കാര്യം. തലച്ചോറ് തന്നെ ഇപ്പോൾ ഉദാഹരണത്തിന് ആക്സിഡൻറ്റ് പറ്റി തലച്ചോറ് ക്ഷതമേറ്റ ഒരാളെ സംബന്ധിച്ചോളം ഈ ടെക്നോളജി വഴി പരിഹരിക്കാനും, അതുപോലെ ഒരുപാട് മെമ്മറി ചിപ്സ് തുടങ്ങിയ പല സങ്കല്പങ്ങളുണ്ട്. മെമ്മറി ചിപ്സ്, മെമ്മറി തന്നെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ചിപ്സ് തുടങ്ങിയ പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ അൾസീമർ രോഗത്തിന് നാളെ പരിഹാരമായി മെമ്മറി ചിപ്സ് ഉപയോഗിക്കാൻ പറ്റും തുടങ്ങിയുള്ള അന്വേഷണങ്ങളൊക്കെ നമ്മൾ ഫാൻറ്റസി തലത്തിലാണെങ്കിലും ഒരു സാധ്യമായ ടെക്നോളജി നമ്മുടെ മുമ്പിലുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിലനിൽക്കെ തന്നെ ഈ മനുഷ്യൻ്റെ ഈ അതിജീവനം പലപ്പോഴും ഈ ഭൂമിയിൽ അത് മരണവുമായി ബന്ധപ്പെട്ട് കൂടിയാണ്. ജീവനും മരണമൊക്കെ തന്നെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത് ഭൂമിയുടെ അതിജീവനവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതൊരു ആത്മീയവും ആധ്യാത്മികവും കാര്യമല്ല, അത് നിലനിൽപ്പുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതിനതീതമായൊരു ഇമ്മോർട്ടൽ ടെക്നോളജി എന്ന് വിളിക്കുന്നത് ഒരുപക്ഷെ നമ്മുടെ നിലനിൽക്കുന്ന അല്ലെങ്കിൽ ഈ ഭൂമിയുടെ നമ്മുടെ അനുഭവവിധേയമായ സങ്കല്പത്തിൻ്റെ പുറത്തുള്ള കാര്യമാണ്. ആ പുറത്തുള്ള കാര്യത്തിനെങ്കിൽ അപ്പോൾ ഈ നമ്മുടെ ഈ പ്ലാനറ്ററി ആയിട്ടുള്ള നിലനിൽപ്പുമായി ബന്ധപ്പെട്ടും പ്ലാനറ്ററി സങ്കല്പങ്ങളെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു ഇമ്മോർട്ടൽ എന്ന് പറയുന്നൊരവസ്ഥ അത് എന്താ പറയുക, ഒരു നമ്മുടെ ഈ നിൽക്കുന്ന കാഴ്ചപ്പാടിന് ആപൽക്കരമാകാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും അതൊരു ആപൽക്കരമായൊരവസ്ഥ സൃഷ്ടിക്കും. കാരണം അത് നമ്മുടെ ഒരു അനുഭവത്തിൻ്റെ, അല്ലെങ്കിൽ ഈ അനുഭവം തന്നെ എല്ലാ കാര്യത്തും ആവർത്തിക്കണം എന്ന് പറയുമ്പോഴും നമുക്ക് ചില സംശയങ്ങളുണ്ടായിരിക്കാം. പക്ഷേ നമ്മൾ ജീവിച്ചു വന്ന പല പ്രക്രിയകളുണ്ട്, അതിനെ ബാധിക്കാൻ സാധ്യതയുണ്ട് അതിൽ. അതുകൊണ്ട് മരണത്തെ സ്വീകരിക്കുക എന്നുള്ളത് ഒരു ജനാധിപത്യ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള കാര്യമാണ്. അത് പുതിയ കാര്യമൊന്നുമില്ല. അതേപോലെ തന്നെ അതിനെ അതിജീവിക്കുന്നൊരു സാങ്കേതികവിദ്യ എന്ന് പറയുന്നത് അത് നിലനിൽക്കുന്ന ഒരു ഗ്രഹസങ്കല്പങ്ങളും പ്ലാനറ്ററി സങ്കല്പങ്ങളും അത് വലിയ ബാധ്യതയെ മാറാൻ സാധ്യത. അപ്പോൾ സംബന്ധിച്ചോളം എയുടെ ഒരു കാഴ്ചപ്പാടിനകത്ത് ഇപ്പോഴും ഒരു ആന്ത്രോപ്പിക് വിഷൻ, ഒരു ആന്ത്രോപ്പോയിക് വിഷൻ,
ഒരു നരവംശാസ്ത്രപരമായ വിഷൻ്റെ അകത്താണ് എപ്പോഴും നമ്മളതിനെ ഗുണവും ദോഷമൊക്കെ അളക്കുന്നത്. അതിനപ്പുറം ഒരു വിഷം നമുക്കില്ല. ആ വിഷം ഇല്ലാത്ത നമ്മുടെ കോഗ്നിറ്റീവായിട്ടുള്ള ഇൻകേബിലിറ്റി, നമ്മുടെ മനുഷ്യൻ്റെ ബുദ്ധിപരമായ ഇൻകേബിലിറ്റി ആന്ത്രപ്പോയിക്ക് അല്ലാത്ത വിഷം സാധ്യം. അത് ജെഫ്രി ഹിൻറ്റനും ഇല്ല, നമ്മൾ ആർക്കുമില്ല. ഇതിനെക്കുറിച്ച് ആലോചിച്ച് ആർക്കും തന്നെ സാധ്യമല്ലാത്ത കാര്യം. കാരണം ആ ലിമിറ്റഡാണ്. ആ ഒരു വിഷൻ്റെ അകത്ത് എന്ന് പറഞ്ഞാൽ കോഗ്നിറ്റീവ് കേബിലിറ്റി എത്ര തന്നെ വികസിച്ചിട്ടുള്ളൂ, എത്ര തന്നെയാണെങ്കിൽ മനുഷ്യൻ്റെ ഭാവന അതുവരെ വികസിച്ചിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ അകത്താണ് നമ്മൾ AI കാണുന്നതും സമീപിക്കുന്നതും. ഇതാണ് AI കുറിച്ചുള്ള ഒരു. അതുകൊണ്ട് AI സാങ്കേതികവിദ്യയെ സംബന്ധിച്ചിടത്തോളം അത് പോസിറ്റീവാണോ നെഗറ്റീവാണോ, മനുഷ്യോപകാരപ്രദമാണോ മനുഷ്യദോഷമാണോ എന്നുള്ള ചിന്തയ്ക്ക് അപ്പുറം AI ഒരു നമ്മുടെ മറ്റു പല ടെക്നോളജിയെ ബന്ധപ്പെട്ട്, അതേപോലെ നേരത്തെ പറഞ്ഞ പോലെ ആർട്ടിഫിഷ്യൽ ലൈഫ്, നമ്മുടെ എക്സ്ട്രാ പ്ലാനറ്ററി ടെക്നോളജിയെ ബന്ധപ്പെട്ട് എങ്ങനെ പ്രവർത്തനക്ഷമമാണോ ഭാവിയിൽ എന്നുള്ളതാണ് കൂടുതൽ പഠന വിധേയമാക്കേണ്ട കാര്യം എന്നാണ് എൻ്റെ തോന്നൽ. KSFE, ഈ നാടിന്റെ ധൈര്യം.